മുമ്പാണ് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തത്, റീ റിലീസ്. ഒത്തിരി പൈസ വാരി ഒത്തിരി ആളുകൾ ആ സിനിമ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇത് ആരാണ് ആഘോഷിക്കുന്നത്? ഏത് തലമുറയാണ് ആഘോഷിക്കുന്നത്? ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അതിലൊരു ഇൻപുട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഇട്ട് അതിനൊരു മസാല പരുവം തന്നെയാണ് ഇപ്പോഴും ക്യൂർ സ്റ്റോറികൾ. പ്രണയങ്ങളെ നമുക്ക് സാധ്യമാവാനായിട്ട് നമ്മുടെ സോഷ്യൽ സ്പേസിൽ പോലും സഹായിച്ചിട്ടില്ല. അപ്പം എങ്ങനെയാണ് ആർട്ട് സ്പേസിലേക്ക് അത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത്? കോമഡിക്ക് എലമെൻറ്റിന് വേണ്ടി, ഒരു ചിരി പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിട്ട്, ഒരു എലമെൻ്റ് ആയിട്ട്, ഒരു ടൂളായിട്ട് യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നുന്നു. കുണ്ടൻ എന്നുള്ളൊരു പദം ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും ബഷീറാണ്. ഇങ്ങനൊരു കഥാപാത്രം പൃഥ്വിരാജ് ചെയ്യണോ എന്നുള്ളൊരു സംഭവം എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു. അത് പല കാര്യങ്ങളും ഉണ്ടാക്കുന്നു, ID കാർഡ് ഉണ്ടാക്കുന്നു, പലതും ഉണ്ടാക്കുന്നു. പക്ഷെ മേരിക്കുട്ടിക്ക് എങ്ങനെ ഇത് ഉണ്ടാവുന്നു അല്ലേ? ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിനാരെങ്കിലുമൊക്കെ പണിയെടുക്കണമല്ലോ. ഓരോ സമയം ആ സിനിമ എനിക്ക് TV വരുമ്പോൾ ഒരു വിറയല. അതിലൊരു ട്രാൻസ് കഥാപാത്രത്തെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടാൽ സങ്കടം തോന്നും. ജൂൺ മാസം പ്രൈഡ് മന്ത് ആണല്ലോ. ഈ പ്രൈഡ് മന്തിൽ നമ്മൾ ഒരു പ്രൈഡ് മന്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇപ്പം സംസാരിക്കാൻ പോണ വിഷയം സംസാരിക്കാൻ. എന്തായാലും ഇത് പ്രൈഡ് മന്ത് ആണ്. അപ്പോൾ കൂടുതൽ നമ്മൾ എങ്ങനെയാണ് ജെൻഡർ മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ എല്ലാ സ്ട്രീമിലും കൂട്ടുക എന്നുള്ള ഡിസ്കഷൻ വളരെ കോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു മാസമാണ് ഈ ജൂണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ കൂട്ടുകാരിയും അഭിനേത്രിയും ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുമായ ശീതളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചത് എങ്ങനെയാണ് സിനിമകളിൽ ജെൻഡർ റെപ്രസെൻറ്റേഷൻ, എസ്പെഷ്യലി ക്യൂർ റെപ്രസെൻറ്റേഷൻ, LGBTIQ+ കമ്മ്യൂണിറ്റീനെ സിനിമകളിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്, പ്രത്യേകിച്ച് മലയാള സിനിമയിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണലി എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്, എന്താണ് ലാക്കിങ്, എന്തൊക്കെ നമുക്ക് ചിന്തിക്കാം, എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസും ട്രാൻസിഷൻസും ആണ് നമ്മുടെ ഇടയിൽ ഉണ്ടാവണത് എന്നുള്ളതാണ്. ഹായ് ശീതൾ. ഹായ്. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. നമ്മൾ സംസാരിച്ച പോലെ തന്നെ ശീതളിൽ അഭിനയിച്ചു, ശീതൾ തിയേറ്റർ പേഴ്സണാണ്. യു ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് സിനിമയിൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരുന്നു, ജെൻഡർ ഇൻക്ലൂസിവിറ്റി എങ്ങനെയാണ്, ഇൻ്റർസെക്ഷനാലിറ്റീനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് യു ഹാവ് ബീൻ വോക്കൽ കുറേ കാലമായിട്ട്. അപ്പോൾ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് തിങ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ടെൽ us? ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ആ ചേഞ്ചസ് ഒക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ആസ് എ പേഴ്സൺ ഞാൻ കാണുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചില വ്യാകുലതകളുണ്ട്. ആ വ്യാകുലത എന്താ വെച്ചാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഇന്നലെ ഇപ്പം നമ്മളിത് സംസാരിക്കുമ്പോൾ 2 ദിവസം മുമ്പാണ് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തത്, റീ റിലീസ്. ഒത്തിരി പൈസ വാരി ഒത്തിരി ആളുകൾ ആ സിനിമ കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഇതാരാണ് ആഘോഷിക്കുന്നത്? ഏത് തലമുറയാണ് ആഘോഷിക്കുന്നത്? കാരണം നമ്മൾ വളരെ പുരോഗമനത്തിലും വളരെ പോസിറ്റീവ് എനർജിയിലും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടിയും പൊളിറ്റിക്കലി നമ്മളെങ്ങനെയാണ് ശരിയാവേണ്ടത് അതിൻ്റെയൊക്കെ സാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും എവിടെയാണ് എന്നുള്ളതിൻ്റെ ഒരു അത്ഭുതവും അതിൻ്റെ ഒരു ആശങ്കയാണ് എനിക്കത് തോന്നിയത്. അപ്പോൾ സിനിമയെ ആരാണ് ശരിക്കും വീക്ഷിക്കുന്നത്? സിനിമയെ ആരാണ് പരിശോധിക്കുന്നത്? സിനിമയെ ആരാണ് വിമർശിക്കുന്നത്? സിനിമ ആരാണ് സ്വീകരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നം തന്നെയായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. കാരണം ആ സിനിമ ചിലപ്പോൾ സാമ്പത്തികമായോ അല്ലെങ്കിൽ ടെക്നിക്കലിയോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക്കലിയോ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ന് ആ സിനിമ കാണുമ്പോൾ, നമ്മളിപ്പോൾ 2025 ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് അടയാളപ്പെടുത്താതിരിക്കാൻ വയ്യ. അല്ലെങ്കിൽ അതിനെ അഭിനയിച്ച മുഴുവൻ ആളുകളും അത് കണ്ടിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഏരിയകൾ ഏതായിരുന്നു ചോട്ടാ മുംബൈയിൽ? അതിൽ ഒത്തിരി അതിലൊത്തിരി നെഗറ്റീവ് മീനിങ്സ് ഉള്ള ഒത്തിരി സംഭവമുണ്ട്. പക്ഷേ കുറേ ആണുങ്ങൾക്ക് നടുവിൽ ഷക്കീല എന്ന് പറയുന്ന ഒരു നടി പെടുന്നൊരു സീനുണ്ട്. അവരെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവം മലയാളികളുടെ ഇക്ലി ഫീലിനെ കൃത്യമായി കൊമേഴ്ഷ്യലൈസ് ചെയ്ത്. പക്ഷെ എന്നെ അതിശയിപ്പിച്ചത് ആ ഷക്കീല എന്നൊരു ആക്ടിവിസ്റ്റ് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അതിജീവിതയായിട്ടുള്ള നടി
അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ഇത് മാറ്റങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ കാണുന്ന അതിൽ അഭിനയിച്ചവർക്ക് ഉണ്ടായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ അതിൽ അഭിനയിച്ച ഒത്തിരി ആളുകൾ പ്രതികളാവുന്നുണ്ട്, മീറ്റു പോലുള്ള മൂവ്മെൻറ്റുകളിലെ ഭാഗമാവുന്നുണ്ട്. അപ്പോൾ ആ സിനിമ എങ്ങനെയാണ്, അത് പുതിയ വർത്തമാനകാലത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത്, അത് ഏത് തരം ആഘോഷങ്ങൾ, അത് എനിക്ക് തോന്നുന്നു ദീദി ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഫാലിസിനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നല്ല സിനിമകൾ ഉണ്ടാവാനുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ എന്നെയും ആശങ്കപ്പെടുത്തുന്ന സിനിമ എന്നുള്ളൊരു ലോകത്ത്. ഇതൊരു കണ്ടിന്യൂസ് ഡിബേറ്റ് ആണല്ലോ. ലൈക്ക് നമ്മൾ 10 വർഷം മുന്നേ നമ്മളുടെ ജെൻഡർ സെൻസിബിലിറ്റീസ് ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന സിനിമകൾ നമ്മൾ റീഡ് ചെയ്യുമ്പോഴോ റീവാച്ച് ചെയ്യുമ്പോഴോ എപ്പോഴും നമുക്ക് പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് അത് ഒരു ക്രൈസിസായി മാറാറുണ്ട്. നമുക്ക് അന്ന് നമ്മൾ ആരാധിച്ച അല്ലെങ്കിൽ ആഘോഷിച്ച പല പടങ്ങളും ഇന്ന് നമ്മൾ കാണുമ്പം നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസിബിലിറ്റിയിലുള്ളത് ആവാൻ ചാൻസ് ഇല്ല. പക്ഷേ റാദർ ദാൻ അബാൻഡനിങ് ഓർ ആ പടങ്ങളെ മാറ്റി നിർത്തുന്നതിന് പകരം ആ പടത്തിൽ നിന്നും എന്താണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. അതേ സമയത്ത് ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന പടങ്ങളാണ് ഈ ചോട്ടാ മുംബൈ പോലത്തെ പടങ്ങളും അതേപോലെ ഇതിന് മുന്നേ റിലീസ് ചെയ്ത ഒരുപാട് പടങ്ങൾ. അപ്പം സ്ഫടികമാണെങ്കിലും ചോട്ടാ മുംബൈ ആണെങ്കിലും ഒക്കെ ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന പടങ്ങളാണ്. അപ്പം ആ പടങ്ങളിൽ ഫാൻസ് ആണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഞാൻ ചോട്ടാ മുംബൈ ഒരു ഉദാഹരണമായി പറയുമ്പോൾ പോലും ഇപ്പോഴും ക്യൂആർ റെപ്രസെൻറ്റേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം ഒരു ജാതി ഒരു ജാതകം എന്ന് പറഞ്ഞ സിനിമ, ഞാനതിൻ്റെ ചില വിഷ്വൽസൊക്കെ ഇങ്ങനെ കണ്ടു. മുഴുവൻ സിനിമ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം അത് സിനിമയിൽ മുഴുവൻ സമയം ഒരു പദത്തെ ഉപയോഗിച്ചുകൊണ്ട് വളരെ വൾഗറാക്കി ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം അവരതിനെ കൂട്ടിക്കെട്ടി ഒരു കമ്മ്യൂണിറ്റി ഇൻക്ലൂഷൻ ഉണ്ടാക്കാനാണ്. പക്ഷേ എനിക്കത് ഒത്തിരി ഡിപ്രഷൻ ഉണ്ടാക്കിയൊരു കാര്യമാണ്. എൻ്റെ ചില സീൻസ് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാം റീൽസുകളായിട്ട് വരുമ്പോൾ ഒത്തിരി വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിലുപരി ക്യൂർ അലയായിട്ടുള്ള നടികൾ അതിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വണ്ടറായിപ്പോയി ഒരേ സമയം. എങ്ങനെ ഇവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളത്. ആഭാസത്തിൽ ശീതൾ അഭിനയിച്ചിരുന്നല്ലോ. അപ്പം ആഭാസം എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ആഭാസത്തിലെ ക്യാരക്ടർ ശീതൾ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? എനിക്കതിൽ വലുതൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒന്ന് സിനിമയെ ഞാൻ അടുത്തറിയുന്നതിനേക്കാൾ മുമ്പ് നടന്നൊരു സിനിമയാണല്ലോ, ഐ തിങ്ക് 2016 തന്നെ. അപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഡയറക്ടർ തന്നെയാണ് ജുബിത്ത്. അപ്പോൾ ജുബിത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ഫുള്ള് റോളാണ്, ശീതൾ ഉടനീളം ഉണ്ട്, ഇത്ര ദിവസം ഷൂട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ ശരിയാവുമെന്നാണ് ആദ്യം ചോദിച്ചത്. പക്ഷെ ജുബിത്ത് പറഞ്ഞു ശീതൾ ഞാൻ അഭിനയിച്ച ശരി, ശീതൾ അഭിനയിക്കണ്ട, ശീതൾ ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ ജുബിത്ത് ഒരു ആർട്ടിസ്റ്റിക് മോഡിൽ സിനിമ എടുക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജുബിത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ വളരെ നല്ലതായിരുന്നു, വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ സ്റ്റോറിയിൽ ഒരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് പോലും കോട്ട് എടുക്കുന്ന സമയത്ത് പോലും നമ്മൾ റെപ്രസെൻറ്റേഷന് പോലും ആളുകളെ വിളിക്കാൻ, ഇപ്പോൾ ഒരു ബജറ്റിൻ്റെ സ്റ്റോറി ആണെങ്കിൽ മൊത്തം ആണുങ്ങളായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഇൻക്ലൂസീവ് ആവണമെന്ന് ഫോഴ്സ്ഫുള്ളി നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആവുകയും അത് ചിന്തിക്കുന്നത് 2016 ആണല്ലോ, ആ ഒരു ചേഞ്ചസ് വരുന്നില്ലല്ലോ ഇപ്പോഴത്തേനേക്കാളും. അപ്പോൾ ശരിക്കും അതൊരു അതെ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ്. അതിലുപരി എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, നല്ലൊരു ക്രൂവിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നല്ലൊരു ക്രൂ ആയിരുന്നു. ഇവൻ ജുബിത്താണെങ്കിലും സഞ്ജു, പ്രൊഡ്യൂസർ സഞ്ജു ചേട്ടൻ, അതുപോലെ അഭിനേതാക്കൾ റീമയാണെങ്കിലും ഇന്ദ്രൻ ചേട്ടൻ ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്രൂ ആയിരുന്നു. അതിൽ നല്ല റെമ്യൂണറേഷൻ തന്നു എന്നുള്ളതാണ്. എനിക്ക് നല്ല ഫെസിലിറ്റി തന്നു, എല്ലാ സ്റ്റാറുകളും താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ താമസം തന്നു. അപ്പം അതൊരു ഇതായിരുന്നു. പിന്നെ ആ സിനിമ എനിക്ക് IFFKയിൽ പ്രദർശനം ഉണ്ടായിരുന്നു 2017. പിന്നെ അങ്ങനെ ഒരു നല്ല അനുഭവമായിരുന്നു എനിക്ക്. ആ വർഷത്തെ മൂവി സ്ട്രീറ്റിൻ്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് എനിക്ക് കിട്ടി. പക്ഷേ എനിക്ക് തോന്നുന്നു എപ്പോഴും ആഗ്രഹിക്കില്ലോ, ഇപ്പം ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ
ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് നല്ല ഒരു റോള് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അപ്പനിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത്, കുറച്ച് സിനിമകൾ ചെയ്ത സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത്, അഭിനയിക്കുന്നതിനേക്കാളും പഠിക്കേണ്ട ജോലി മറ്റ് സ്ഥലമാണെന്ന്. ഇപ്പോൾ ഡയറക്ഷനോ ക്യാമറയോ അങ്ങനെയൊക്കെ ആർട്ടോ ഒക്കെ അതൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് വെറും അഭിനയം മാത്രമല്ല എന്നുള്ള ഒരു ലേണിങ്ങും കൂടി ഞാൻ അവിടെ നിന്ന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആഭാസം തുടങ്ങി. ഇപ്പോൾ കബോഡി സ്കേപ്പിൽ എനിക്കധികം റോൾ ഉണ്ടായിരുന്നില്ല, കുറച്ചുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എനിക്ക്, കാരണം എല്ലാവരും അറിയുന്ന ആളുകളാണ്. ജിജു ചേട്ടൻ, ജോളി ചേച്ചി, ബിന്ദു ചേച്ചി, ജയൻ ചേട്ടൻ, അങ്ങനെയൊക്കെ അറിയുന്ന ആളുകളൊക്കെ ആയിരുന്നു. പക്ഷെ ആഭാസത്തിലേക്ക് വന്നപ്പോൾ വേറൊരു എക്സ്പീരിയൻസ്, ഒരു കമേഴ്ഷ്യൽ വലിയൊരു സംഭവമായിരുന്നു. അപ്പം അത് വേറെ. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടിയും കാര്യങ്ങൾ, കാരണം ഡേയ്സ് അത്രയായിരുന്നു. ഒരു 40 days നമ്മൾ ബാംഗ്ലൂരൊക്കെ നിൽക്കണു, ബാംഗ്ലൂർ തന്നെ താമസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇപ്പം വിശുദ്ധരാത്രികൾ, ജില്ലം പെപ്പരെ, അതുപോലെ കിറുക്കൻ, ഇതൊക്കെ വേറെ വേറെ എക്സ്പീരിയൻസ് ആണ്. അപ്പനിൽ ഞാൻ വർക്ക് ചെയ്തത് ആർട്ടിസ്റ്റ് അസിസ്റ്റൻ്റ് ആയിട്ടാണ്. അപ്പോൾ അപ്പനിൽ ഒരു 47 days ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ക്രൂവിൽ മജുവിൻ്റെ കൂടെ നിൽക്കാനും ആർട്ടിസ്റ്റുകളായിട്ടുള്ള, പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ മരിച്ചു പോയിട്ടുള്ള പപ്പുച്ചേട്ടൻ കുറച്ച് നാൾ അതിൽ വർക്ക് ചെയ്തു, ക്യാമറ. അപ്പം പപ്പുച്ചേട്ടനെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചതിനപ്പുറമുള്ള ഒരു മാസ്മരിക ലോകമാണ്. മാസ്മരിക ലോകം എന്നുള്ളതല്ല, പലരെയും കൊതിപ്പിക്കുന്നുണ്ട്. എന്നെ കൊതിപ്പിക്കുന്ന ഒരു കാര്യമില്ല. എനിക്ക് കൊതിയൊക്കെ എനിക്ക് മാറി. എനിക്ക് കൊതിയൊന്നുമില്ല സിനിമ. എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു ഇത് വന്നു, ഒരു പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഇപ്പോൾ തിയേറ്റർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ, ഇപ്പം തിയേറ്ററിനെ നമുക്ക് എളുപ്പത്തിലെടുത്ത് പുറത്തേക്ക് എടുക്കാം. പക്ഷെ സിനിമ അങ്ങനെയല്ല. സിനിമയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ ഒത്തിരി ഷോർട്ട് മൂവീസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഒത്തിരി ആളുകൾ ഇങ്ങനെ. ഞാനിപ്പോൾ ഒരു 12ഓളം ഷോർട്ട് മൂവീസിലൊക്കെ ചെയ്തു പലതിലും. അപ്പോൾ പലതിലും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം എനിക്ക് പലപ്പോഴും ഒരു സ്ക്രിപ്റ്റ് ചെയ്യണം, ഒരു ഇത് ചെയ്യണം എന്നൊക്കെയുള്ള ആലോചന പലപ്പോഴും വരുന്നുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ റീസെൻ്റ്ലി 2020 കശിഷ് ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്ത ബദ്നാം ബസ്തി എന്ന് പറഞ്ഞ പടമാണ് ഇന്ത്യയിലെ അപ്പാരൻ്റ്ലി ദ ഫസ്റ്റ് ക്യൂർ ഫിലിം. പ്രേം കപൂറിൻ്റെ ബദ്നാം ബസ്തി. അത് 1971 1971 ശേഷം അതിൻ്റെ കോപ്പി സിനിമയെ മിസ്സിങ് ആയിരുന്നു മൊത്തം ആർക്കൈവ്സ് ഒന്നും എല്ലായിടത്തുനിന്നും. അതിൻ്റെ 2019 ബേർലിൽ നിന്നാണ് അത് റിട്രൈവ് ചെയ്ത് എടുക്കുന്നതും 2020 അത് കശിഷ് ഫിലിം ഫെസ്റ്റിവലിൽ ഇതാക്കി. ഈ ഒരു എന്തുകൊണ്ടത് മിസ്സിങ് ആയിന്നോ, വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ നാസീസ് ബാൻ ചെയ്ത മെയ്ഡ്ഷൻ ഇൻ യൂണിഫോം എന്ന് പറഞ്ഞ ജർമ്മൻ ഫിലിമായിരുന്നു അപ്പാരൻ്റ്ലി ഇത് വൺ ഓഫ് ദ ഏർലിയർ ഫിലിംസ്, ക്യൂർ ഫിലിംസ്. അപ്പോൾ എപ്പോഴും ക്യൂർ സബ്ജക്ട്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഒന്നെങ്കിൽ ഈ പറഞ്ഞ സസ്പെൻസ് എലമെൻറ്റിനോ, ഇപ്പോൾ മുംബൈ പോലീസ് പോലെയുള്ള പടങ്ങളിൽ, മുംബൈ പോലീസ്, സൂക്ഷ്മദർശിനിക്കിലൊക്കെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ സസ്പെൻസ് എലമെൻറ്റിന് നമുക്ക് ആളുകൾക്കൊരു ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെൻ്റായിട്ട് ഉപയോഗിക്കുകയും അത് കൊമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ്. എന്ന് വെച്ചാൽ ബേസിക്കലി ഈ പടങ്ങളിൽ സബ്ജക്റ്റ് അഡ്രസ്സ് ചെയ്യേയില്ല. ഇല്ല ഇപ്പോൾ അല്ലേ ശീതൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേക്കേഴ്സൊക്കെ ആരാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഒന്ന് ആ സമൂഹത്തിലുള്ളവരാണെങ്കിൽ അതിൻ്റെ മേക്കിങ്ങിലും അതിൻ്റെ ഒരു തിയറിയിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർട്രേറ്റിങ്ങിലൊക്കെ ഒരു വ്യത്യാസം വരും. പക്ഷെ ഇവിടെ നമ്മൾ മേക്കേഴ്സൊക്കെ ഹെറ്ററോസെക്ഷൽ നറേറ്റീവിൽ നിന്നുള്ള ആളുകളാണ്. അവർക്ക് എപ്പോഴും ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അതിലൊരു ഇൻപുട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഇട്ട് അതിനൊരു മസാല പരുവം തന്നെയാണ് ഇപ്പോഴും ക്യൂർ സ്റ്റോറികൾ. അതിൻ്റെ മസാല തന്നെയാണ് അവർ ചിലപ്പോൾ, എനിക്ക് തോന്നുന്നു അവരങ്ങനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുക. വളരെ കുറച്ച് ക്യൂർ അല്ലായിട്ടുള്ള ആളുകളൊക്കെയാണ് അതിനെ വളരെ
എന്താ പറയുക പോസിറ്റീവായിട്ട് ഇപ്പം ജയൻ ചെറിയാനെ പോലുള്ള ആളുകളൊക്കെ അങ്ങനെ പോസിറ്റീവായിട്ട് സിനിമകളെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാതെ മലയാളത്തിൽ വന്നിട്ടുള്ള ഇപ്പം മുംബൈ പോലീസ് ആണെങ്കിലും ഇവൺ മൂത്തോനിലേക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. അതുപോലെ ഞാൻ മീരിക്കുട്ടി, അങ്ങനെ ഒത്തിരി അർദ്ധനാരീശ്വരൻ, അങ്ങനെ ഒത്തിരി സിനിമകൾ നമ്മളെ അതിലൊന്നും കണ്ടെത്താൻ നമുക്ക് ശരിക്കും സാധിച്ചിട്ടില്ല. പക്ഷേ അതൊക്കെ ഒരു സിനിമകളായിട്ട് നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ ഒരു ക്യൂർ സ്റ്റോറി അല്ലെങ്കിൽ ക്യൂർ ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ ചെയ്തു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള നമ്മളിതിങ്ങനെ പറയുന്ന സമയത്ത് വാട്ട് വാസ് ദാറ്റ് തിങ് പിന്നെ ശീതളിന് അക്സെപ്റ്റബിൾ ആവാഞ്ഞ, ബിക്കോസ് ഈ പറഞ്ഞ പേരുകളിലുള്ള പടങ്ങളെല്ലാം കൊമേഴ്ഷ്യലി സെലിബ്രേറ്റഡും ഈ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തന്നെ ഡിസ്കസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന മുംബൈ പോലീസ് മെൻഷൻ ചെയ്യാതെ ഒരു ക്യൂർ ഫിലിംസിന്റെ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കിയാൽ കാണില്ല. മൂത്തോൻ മെൻഷൻ ചെയ്യാതെയും ഒരു ലിസ്റ്റ് നമ്മൾ കാണില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വാട്ട് വാസ് ദാറ്റ് തിങ് മിസ്സിങ് ഇൻ ദ ഫിലിം എന്ന് ശീതളൊന്ന് പറഞ്ഞുതരുമോ? ഒന്ന്, യഥാർത്ഥത്തിൽ ഈ പ്രണയം എന്നുള്ളത് എപ്പോഴും എപ്പോഴും ഒരു ഹെട്രോസെക്ഷൽ നറേറ്റീവിൽ തന്നെയാണ്. അതൊരു മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളതിനപ്പുറത്തേക്കുള്ള പ്രണയങ്ങളെ നമുക്ക് സാധ്യമാവാനായിട്ട് നമ്മുടെ സോഷ്യൽ സ്പേസിൽ പോലും സഹായിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ആർട്ട് സ്പേസിലേക്ക് അത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത്? ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗേയോ ലെസ്ബിയനൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ അവർക്ക് കൂട്ടുകാരായിട്ടിരിക്കണം, അവർ സംസാരിക്കണം, അങ്ങനെ അവർക്ക് വേണ്ടുന്നൊരു സ്പേസ് ഉണ്ടാവണം എന്നില്ലാത്ത ഇടത്തിൽ നിന്ന് എങ്ങനെയാണ് സിനിമയിൽ ഇത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. കാരണം പ്രേക്ഷകരാരാണ്? ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തെ സന്തോഷിപ്പിക്കാനായിട്ട് ന്യൂനപക്ഷത്തിൻ്റെ അവതരണങ്ങളെ എടുത്ത് പ്രസൻറ്റ് ചെയ്യണ്ട എന്നുള്ളൊരു സാമൂഹ്യ ബോധം എപ്പോഴും ക്രിയേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കാമെന്നുള്ളതാണ്. അവിടെ ക്രിയേറ്ററായിട്ട് അതിനെ പോസിറ്റീവായിട്ട് അതിനെ കുറച്ചുകൂടിയും എന്താ പറയുക സാമൂഹികമായിട്ടൊക്കെ എംപവർ ചെയ്യുന്ന സംഭവമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവണം. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നത് കാതൽ എന്നുള്ള സിനിമയാണ്. അതിലും ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നിരുന്നാലും കാതൽ എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റീച്ച് ഉണ്ട്, അതിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ പേരമ്പ് എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ അതൊരു സിനിമ മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം അതിലാദ്യമായിട്ട് മമ്മൂട്ടിയുടെ നായികയായിട്ട്, അതായത് ഒരു പ്രധാനപ്പെട്ട നടൻ്റെ നായികയായിട്ട് അഞ്ജലി അമീർ വരികയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നായികയെ കണ്ടെത്തുന്നതും നായകൻ തന്നെയാണ്. മമ്മൂക്ക തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട മാസികയുടെ കവർ നോക്കിയിട്ട് ഇയാൾ മതി എന്ന് പറയുന്നത്. അത് ഒരു പോസിറ്റീവ് തിങ്കാണ്. അപ്പോൾ അത് തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയോടുള്ള ചെറിയൊരു ഇതിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. ഈവൻ സിനിമാ ലോകത്തിൽ ആ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം അതിനുശേഷം ഒത്തിരി ട്രാൻസ് കഥാപാത്രങ്ങൾ പലയിടങ്ങളിലൊക്കെ പല സിനിമകളിലും ചെറിയ ചെറിയ ഇതുകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി കാതലിലേക്ക് വരുമ്പോൾ കാതൽ കുറച്ചുകൂടി എന്താ പറയുക വെച്ചാൽ അങ്ങനൊരു സിനിമ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ആ സിനിമയെ 100% അതിനെ നല്ലതാക്കാൻ ശ്രമിക്കുന്നൊരു സംവിധായകനെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ അതിൽ വിപരീത അഭിപ്രായങ്ങളുണ്ട്. അത് 100 ആയോ അല്ലെങ്കിൽ അതൊരു 50%. കാതലിനെ പറ്റിയിട്ട് കാതൽ വളരെ ബ്യൂട്ടിഫുള്ളി ഫ്ലോ ചെയ്യണ ഒരു ബ്യൂട്ടിഫുൾ പോയട്രി പോലത്തെ ഒരു പടമാണ് കാതൽ. പക്ഷെ കാതൽ കണ്ടിറങ്ങിയപ്പോൾ എനിക്കൊരു ഇത്തിരി വിഷമം തോന്നി. ബിക്കോസ് നമ്മളെപ്പോഴും അതിന് കുറച്ച് മുന്നേ ആയിരുന്നു ഞാൻ മാധുരി ദീക്ഷിത്തിൻ്റെ മജാമ എന്ന് പറഞ്ഞ പടം കണ്ടത്. ആ പടത്തിൻ്റെ അകത്ത് ഒരു ജെൻഡർ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള മകളും, അപ്പോൾ അറിയാതെ ഒരു വളരെ രസകരമായൊരു സീനാണത്. കബേർഡ് ഇങ്ങനെ തുറന്നിട്ട് അമ്മ തുണി മടക്കി വെക്കുന്ന സമയത്ത് മകളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അറിയാതെ പറഞ്ഞു പോവാണ്, ഐ എം ആക്ച്വലി ഇൻട്രസ്റ്റഡ് ഇൻ വുമൺ, ഐ ഹാഡ് എ പാർട്ട്ണർ വെൻ ഐ വാസ് ബിഫോർ മാരേജ് എന്നുള്ളത്. അതിങ്ങനെ സ്കെൽട്ടൺ ഔട്ട് ഓഫ് ദ കബേർഡ് ഓപ്പൺ അപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമേജിലാണ് അത് വരുന്നത്. അപ്പം ആ പടത്തിൽ ഈ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള മകൾ അമ്മയെ ഫോഴ്സ് ചെയ്യുകയാണ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് യു ഓപ്പൺ അപ്പ്, ഐ ആം ദെയർ വിത്ത് യു സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് പ്രഷർ ചെയ്യാണ്. അപ്പോൾ ഈ പെൺകുട്ടിയോട് അമ്മ അവിടെ നിന്ന് എണീറ്റ് നടന്ന് ഇറങ്ങിപ്പോരുകയാണ് മാധുരി ദീക്ഷിത്. ഇറ്റ് ഈസ് മൈ റൈറ്റ് ടു സേ മൈ ജെൻഡർ, എൻ്റെ ഓറിയൻറ്റേഷൻ എന്താണെന്നും എൻ്റെ ജെൻഡർ എന്താണെന്നും എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ പറയും, അല്ലാണ്ട് നിനക്ക് തോന്നുന്ന സമയത്തല്ല ഞാൻ പറയേണ്ടത്.
എന്നെ ഒരാളും ഫോഴ്സ് ചെയ്യേണ്ട. ദർ വിൽ ബി എ ടൈം വെൻ ദർ മൈറ്റ് ബി എ ടൈം വെൻ ഐ ഫീൽ ലൈക്ക് കമ്മിങ് ഔട്ട്, ദർ മൈറ്റ് നോട്ട് ബി എ ടൈം വെൻ ഐ ഫീൽ ലൈക്ക് കമ്മിങ് ഔട്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് മൈ പേഴ്സണൽ തിങ്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജെൻഡർ ഓറിയൻറ്റേഷൻ, എൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് വേറൊരാൾ പ്രഷർ ചെയ്യുമ്പോൾ, കാതൽ ഒരു സിനിമ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അതിനകത്ത് 2 പേര് അതിനകത്ത് വിക്ടിമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ഇത് വെച്ചാൽ മാത്യു എന്ന് പറയുന്ന ക്യാരക്ടറും മാത്യുയുടെ പാർട്ട്ണറും. അപ്പം മാത്യുയുടെ പാർട്ട്ണറും മാത്യുവിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹമാണോ നമ്മുടെ എന്ന് ചോദിക്കുന്ന സമയത്ത് സിനിമയിൽ അല്ലെങ്കിൽ അത് പല രീതിയിൽ അതിനെ നമ്മൾ ഈ പറയുന്ന മൂത്തോനിൽ കണ്ടതുപോലെയോ അല്ലെങ്കിൽ മറ്റ് പല സിനിമകളിലും കാണുന്ന പോലത്തെ ഒക്കെ എൻഡിങ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഹവർ ഇറ്റ് ഈസ്, മമ്മൂട്ടി പോലെയുള്ള ഒരു ആക്ടർ ഈ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഈ ക്യാരക്ടർ കുറേയും കൂടി നമുക്ക് എംപത്തറ്റിക് ആയിട്ട് വ്യൂ ചെയ്യാനുള്ള ഒരു പെർസ്പെക്റ്റീവ് സൊസൈറ്റിക്ക് കൊടുത്തു. സെയിം ഡിസ്കഷൻ ശരിക്കും മൂത്തോൻ വന്ന സമയത്ത് നിവിൻ പോളിയെ പറ്റിയും പറഞ്ഞിരുന്നു, നിവിൻ പോളി ക്യാരക്ടർ ചെയ്യുമ്പോൾ. ബട്ട് അവരുടെ ആ ലവ് സീക്വൻസ് വാസ് വെരി റൊമാൻറ്റിക് ആൻഡ് ഓൾ. പക്ഷെ ഈ പറഞ്ഞ നെഗറ്റീവ് ഷെയ്ഡ്, അങ്ങനെ ഒരു പ്രണയത്തെ നമുക്ക് ആദ്യമായിട്ട് ആ സിനിമയിൽ കാണാൻ പറ്റില്ല. 2 പുരുഷന്മാര് ഒരുമിച്ച് നിന്ന് ആ കടൽ തീരത്ത് പ്രണയിക്കുന്ന ഒരു രംഗം എത്ര വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും അങ്ങനെ ഒരു പ്രണയരംഗം നമുക്ക് മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഒരു ഫേമസ് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല നിലയിൽ നിവിൻ പോളി ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ക്യാരക്ടർ ആയിരുന്നു, ഒരു അമ്മമാരുടെ തങ്കക്കൂടായിരുന്നല്ലോ നിവിൻ പോളി ആ സമയത്ത്. അപ്പൊ പെട്ടെന്ന് when he was doing it, അല്ല ഇത് മുംബൈ പോലീസിൽ അങ്ങനെ ഒരു കഥാപാത്രം വന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായല്ലോ. ഇങ്ങനൊരു കഥാപാത്രം പൃഥ്വിരാജ് ചെയ്യണോ എന്നുള്ളൊരു സംഭവം എന്നുള്ളത് വലിയൊരു പ്രശ്നമായിരുന്നു അത്. പക്ഷെ അത് നമുക്കൊരു ക്യൂർ മൂവി ആയിട്ട് നമുക്ക് ഇന്നും സ്വീകരിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. മേരിക്കുട്ടി എന്ന് പറയുന്നത് ഒരു ട്രാൻസ് സ്റ്റോറിയാണ്. പക്ഷെ അതിൽ പോർട്രേറ്റ് ചെയ്യേണ്ട അത് ഒന്നാമത് അത് പല ആളുകളുടെ ലൈഫ് സ്റ്റോറീനെ എടുത്തുകൊണ്ടൊന്ന് മെർജ് ചെയ്തതാണ്. പിന്നെ അത് റിയലായിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. ആ സംഭവം മറ്റൊരു നാട്ടിൽ നടന്ന സംഭവമാണ്. അപ്പം അതിനെ അവരെങ്ങനെയൊക്കെയോ സ്ക്രിപ്റ്റ് ചെയ്തതാണ്. പിന്നെ കുറേ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെയൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട് അതിൽ സംസാരങ്ങൾ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുന്ന ഒരു മേരിക്കുട്ടിക്ക് ഞാൻ കാണുന്നില്ല. കമ്മ്യൂണിറ്റി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അവര് എവിടെ പോകുന്നു, അവര് സർജറി ചെയ്യുന്നു, അവര് പല കാര്യങ്ങളും ഉണ്ടാക്കുന്നു, ID കാർഡ് ഉണ്ടാക്കുന്നു, പലതും ഉണ്ടാക്കുന്നു. പക്ഷെ മേരിക്കുട്ടിക്ക് എങ്ങനെ ഇത് ഉണ്ടാവുന്നു അല്ലേ? ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതിനാരെങ്കിലുമൊക്കെ പണിയെടുക്കണമല്ലോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് ആ വ്യക്തിക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും റൂളോ ജിയോയൊക്കെ പാസ്സാവണം, അല്ലെങ്കിൽ ഒരു ലോ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പോളിസിയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. പക്ഷേ ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് എല്ലാ കാര്യം നടന്നു എന്നുള്ളത് അത് സിനിമയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. യഥാർത്ഥ ജീവിതത്തിൽ അത് നടക്കണം എന്നില്ല. ഇപ്പം പ്രതിക യാഷ്നി എന്ന് പറയുന്ന പോലീസുകാരി അവരെത്രയോ ഫൈറ്റ് ചെയ്തു, സ്ട്രഗിൾ ചെയ്തു. അവരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങാതെയാണ് അവരുടെ സുഹൃത്തായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് അവരെ സഹായിച്ചത്. അങ്ങനെ ഹൈക്കോർട്ട് ജഡ്ജി ഇത് എത്ര പ്രാവശ്യം ഇതിനെ റിവ്യൂ ചെയ്തിട്ടാണ് ഇങ്ങനൊരു വേർഡിക്റ്റ് ഉണ്ടായത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഉണ്ടാക്കിയിട്ടുള്ള മേക്ക് എന്ന് പറയുന്നത് അതിനുശേഷവും അവിടെ കോൺസ്റ്റബിൾമാരും പോലീസുകാരും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ആ നാട്ടില്. പക്ഷെ ഇവിടെ സിനിമ വന്നിട്ടും ഇപ്പോഴും പോലീസും ഇല്ല, ആരുമില്ല. കാരണം പോലീസ് സേനയിൽ ചേരാനുള്ള സൗകര്യങ്ങളൊന്നും ഇപ്പോഴും ചേഞ്ച് ആയിട്ടില്ല. ലോ പ്രകാരം. അതെ, അപ്പം അതൊരു വ്യത്യാസമാണ്. ഓരോ സിനിമകളിലും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു മേക്കിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ഇമോഷണലി ഒത്തിരി ബാധിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഉണ്ട്. അപ്പം നമുക്ക് പണ്ടൊക്കെ ചാന്തുവിട്ട് എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ എല്ലാവരും പറയും, അതായത് ഇന്നത്തെ കാലത്ത് അതിലെ പ്രധാന നടനെ എപ്പോഴും പറയുന്നൊരു അതിലത്തെ അഭിനയം കണ്ടില്ല എന്ത് സൂപ്പറാണ്. അപ്പം നമ്മുടെ ചുറ്റും ആളുകൾ വളരെ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനൊരു അംദാസ് തിയേറ്ററിൽ ആ സിനിമ കണ്ടത്. അപ്പോൾ എൻ്റെ ബാക്കിലിരുന്ന് ആളുകൾ കൂകി വിളിക്കുന്ന ആ ഒരു രംഗമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും. എനിക്ക് സിനിമ പൂർണ്ണമായി കാണാൻ സാധിക്കാതെ ഇൻ്റർവെല്ലിൽ ഞാൻ അവിടുന്ന് എൻ്റെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇവർ തോണ്ടുകയും പിച്ചുകയും കൂക്കി വിളിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഇൻ്റർവെല്ലിൽ നീറ്റ് ഓടുക ചെയ്തത്.
പിന്നീട് ഓരോ സമയം ആ സിനിമ എനിക്ക് ടി വിയിൽ വരുമ്പോൾ ഒരു വിറയലാണ്. ഞാൻ എങ്ങനെയെങ്കിലും വീടിൻ്റെ അകത്ത് നിന്ന് ആ സിനിമ കാണാതെ വെളിയിൽ പോകാൻ ശ്രമിക്കും. ഇത് ആ പേരുണ്ടാക്കിയിട്ടുള്ളൊരു ട്രോമയുണ്ട്. ആ പേര് പിന്നീട് അത് ഞാൻ ഷോപ്പിൽ പോകുമ്പോഴോ കടയിൽ പോകുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ റോഡിൽ നിന്ന് എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ള റോങ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റും ഒക്കെ എത്ര ആളുകൾക്ക് അതിൻ്റെ ട്രോമ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്, ഒരു സിനിമ കൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് വല്ലാത്തൊരിതാണ്. പക്ഷെ ഇന്നും അതിനെ ഈ പറയുന്ന ഭൂരിപക്ഷം സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഈ ഭൂരിപക്ഷത്തിൻ്റെ കേസ് പറയുന്ന സമയത്ത് സിനിമകളെ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സോഷ്യൽ മീഡിയ ഇതിലെ വീഡിയോസും യൂട്യൂബ് ചാനലുകളിലൊക്കെ വരുന്ന വീഡിയോസൊക്കെ. അതിലും ഇതുപോലുള്ള മറ്റേ ഞാൻ കഴിഞ്ഞ ആഴ്ച അതിനിടെ ഇപ്പോൾ ഞാൻ കമൻ്റ് എഴുതിയിരുന്നു ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതിനകത്ത് ഹൗ ടു കോഴിക്കോട്ടുകാരോട് സംസാരിക്കുമ്പോൾ സംതിങ് ഇറ്റ് ഈസ് ലൈക്ക് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇയാൾ ചോദിക്കുകയാണ്, ക്യാൻ വി ഗോ ഔട്ട് ഫോർ ഫുഡ് ഡിന്നർ സംതിങ്. അതിൻ്റെ ഇയാൾ കുറേ ഓപ്ഷൻസ് പറയും. അത് കഴിയുമ്പോൾ ഈ കുട്ടി പറയും, ചേട്ടാ ഞാൻ വെജിറ്റേറിയനാണ്. അപ്പോൾ ഇവനിങ്ങനെ ഭയങ്കര വിഷമിച്ചിട്ട് തൊട്ടടുത്ത് ഈ കുട്ടിയുടെ ബെസ്റ്റി സോക്കോൾ ബെസ്റ്റിന് എന്നാൽ നീ പോരെ കൈൻഡ് ഓഫ് ഒരു കോൺവെർസേഷൻ. ബേസിക്കലി കോഴിക്കോട്ട് അപ്പോഴത്തേക്ക് എന്നിട്ട് അതിൻ്റെ താഴത്തെ കമൻറ്റ്സ് ഫുൾ ഇറ്റ്സ് അബൌട്ട് ഹൗ ഇക്ലി ദേ ഫീൽ അബൌട്ട് ദ സ്റ്റഫ് എന്നുള്ളതാണ് ബേസിക്കലി. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ അതുപോലെ ഒരു സഞ്ജു ആൻഡ് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു സീരീസിനകത്തും ഇതുപോലെ കല്യാണം ആലോചിക്കുന്ന ഒരു ജാതകം പോലെ തന്നെ ഉള്ള ഒരു രീതിയിലുള്ള വേറൊരെണ്ണം ഞാൻ കണ്ടു. അങ്ങനെ ഒരുപാട് വി സ്റ്റിൽ ഹാവ് ആക്ഷൻ ഹീറോ ബിജുവിലെ പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാന്തുകുട്ട് എന്ന് പറയുന്ന പടത്തിലൊക്കെ ഉള്ള പോലത്തെ ഒരു കോമഡിക്ക് എലമെൻറ്റിന് വേണ്ടി ഒരു ചിരി പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിട്ട്, ഒരു എലമെൻ്റായിട്ട്, ഒരു ടൂളായിട്ട് യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് ഒന്ന് നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എപ്പോഴും ലൈക്സ്, കമൻറ്റ്, റിവ്യൂസ് അതിൻ്റെ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുണ്ടായാലാണ് അതിന് മണി ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും അതിനൊരു ആർട്ട് ഫോമായിട്ട് പലരും കാണാത്ത ആളുകളുണ്ട്. ഇപ്പോൾ നമുക്ക് സിനിമയെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നത് ആരാണ് കേരളത്തിൽ? ഇപ്പോൾ GP രാമചന്ദ്രൻ, CS വെങ്കടേഷ്, VK ജോസഫ് സാറ്, അങ്ങനെ വളരെ കുറച്ച് ആളുകൾ സിനിമയെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നുള്ളൂ. സിനിമയെക്കുറിച്ച് നിരൂപണം എഴുതുകയും അതിന് അവാർഡ് വാങ്ങുകയും അത് പല മാസികകളിലും കോളങ്ങളിലൊക്കെ വന്നിരുന്നൊരു കാലഘട്ടം. ഇന്ന് ചെറിയ കുട്ടിക്ക് പോലും സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യാം, സിനിമ നിരൂപണം ചെയ്യാം. അത് അവരുടെ ആംഗിളിലാണ് അത് ചെയ്യുന്നത്. അപ്പം ഒത്തിരി ഇപ്പോൾ സിനിമ ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ സിനിമ ഇറങ്ങി ഒരു 10 മിനിറ്റ്സിനുള്ളിൽ റിവ്യൂ വരികയാണ് ആ സിനിമയെക്കുറിച്ച് അവരുടെ പെർസ്പെക്റ്റീവിലുള്ള റിവ്യൂ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഒത്തിരി. പക്ഷേ സിനിമാക്കാർ മുഴുവൻ ഈ റിവ്യൂമാരുടെ പിന്നാലെ എന്തിനാ പോകുന്നതെന്നാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. അത് ക്രിറ്റിസിസവും റെസ്പോൺസും തമ്മിലുള്ള ഡിഫറൻസ് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഇവരെങ്ങനെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്, അതിനെങ്ങനെയാണ് ഈ പറയുന്ന വൾണറബിൾ ആയിട്ടുള്ള മനുഷ്യരുടെ ദൃശ്യതയെ അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വരുന്ന ആ ദൃശ്യതയെ അടിച്ചമർത്താനായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ടൂളാണ് പലപ്പോഴും ഈ പറയുന്ന കണ്ടന്റായിട്ട് എടുക്കുന്നതും. അതിനെ എപ്പോഴും ഇപ്പം ഒരു കുണ്ടൻ എന്നുള്ളൊരു പദം ഉണ്ടാക്കിയിട്ടുള്ളത് ശരിക്കും ബഷീറാണ്. ബഷീർ അത് കഥകളിൽ എഴുതിയിട്ടുള്ളത് പണ്ട് വ്യാപാരത്തിന് പോകുന്ന മുതലാളിമാർ കൂട്ടുനിർത്തിയിരുന്ന കുട്ടികളെയാണ് കുണ്ടൻ എന്ന് വിളിക്കുന്നത്. അവരുടെ ശരീരവും അവരുടെ ആ ഒരു പ്രായത്തിൻ്റെ അവസ്ഥ കൊണ്ടാണ് കൊച്ചു കുട്ടികളായിട്ട്. പിന്നീട് അത് ഹോമോസെക്ഷുവാലിറ്റിയിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവർ ഇത്തിരി കൂടി മുതിർന്ന സമയങ്ങളിൽ. പണ്ട് കാലങ്ങളിൽ ഈ മുതലാളിമാർ വ്യാപാരത്തിനായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കൂടെ കൂട്ടുന്ന ആളുകളായിട്ടാണ് ഈ കുട്ടികളെ അവരുടെ പദം, അങ്ങനെ ഒരു പദം അടയാളപ്പെടുത്തുന്നതാണ് കുണ്ടൻ എന്നുള്ളൊരു വാക്ക്. പിന്നെ മോഹൻലാലിൻ്റെ സിനിമയിലുണ്ട്, ഉടയോൺ എന്ന് പറയുന്ന സിനിമയിലും ഈ പറയുന്ന ഒരു മുതലാളിയുടെ കീഴിൽ വരുന്നൊരു തൊഴിലാളീനെ അങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ സൂഫി പറഞ്ഞ കഥയിൽ ഈ പറയുന്ന ഹോമോസെക്ഷുവാലിറ്റിയെ അടയാളപ്പെടുത്തുന്നതൊക്കെ ഉണ്ട് കുണ്ടൻ എന്നുള്ളൊരു പദം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് വന്നിട്ടുള്ളൊരു പദത്തെ ഈ ആധുനികമായിട്ട് നമ്മൾ സോഷ്യൽ സ്പേസിലേക്ക് അത് കൊണ്ടുവന്നതിൽ മുഖ്യ പങ്ക് സോഷ്യൽ മീഡിയ വഹിച്ചിട്ടുണ്ടെന്നാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം പോലുള്ള സംഭവങ്ങൾ വഹിച്ചിട്ടുണ്ട്.
യൂട്യൂബേഴ്സും അത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ സിനിമയിലൂടെ അത് വീണ്ടും കാണുമ്പോഴാണ് ശരിക്കും നമുക്കതൊരു ഇഷ്യൂ ആവുന്നത്. കാരണം ഈ കണ്ടന്റ് ക്രിയേഷൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിച്ചാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി റീച്ച് കിട്ടുക എന്നുള്ളത്. ഇപ്പം കുണ്ടൻ എന്നുള്ളൊരു പദം എപ്പോഴും ഹോമോസെക്ഷാലിറ്റിനെ എപ്പോഴും വരച്ച് കാണിക്കുന്ന ഒരു മോശം പദമായിട്ട് എപ്പോഴും രണ്ട് ആൺകുട്ടികൾ സുഹൃത്തുക്കളായാലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അവർ അതിനെ ഇതാക്കും. പലപ്പോഴും ഇത്തരം കണ്ടന്റ് ഉണ്ടാവുമ്പോൾ എപ്പോഴും അതിന് റീച്ച് കിട്ടുന്നത് ഈ പറയുന്ന ഭൂരിപക്ഷത്തിൻ്റെ ലൈക്കുകളിലൂടെയും കമൻറ്റുകളിലൂടെയാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമ്മൾ അറിയുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന ഒത്തിരി ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് ലൈക്ക് കൊടുക്കുന്നു, അത് ഷെയർ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം അത് എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൻ്റെ ചേഞ്ചിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത്. അത്ര എളുപ്പമല്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി ഉണ്ട്. ലോകം ഒട്ടുക്കും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഇതിനേക്കാൾ പ്രശ്നം നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു. ടിക്ടോക്ക് ഇപ്പോഴും മറ്റ് കൺട്രീസിലുണ്ട്. ഇന്ത്യയിൽ ഇത് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമുണ്ട്. അത് തമിഴ്നാട്ടിലൊക്കെ വളരെ ഭീകരമായിരുന്നു. ഒത്തിരി പേര് തമ്മിലുള്ള കോൺട്രവേഴ്സി, അത് സർക്കാർ തലത്തിൽ പോലും പരാതി എത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കേരളമാണെങ്കിൽ പോലും ഈ ട്രാൻസ്ജെൻഡർ ബില്ല് പാസ്സായതിനു ശേഷമാണല്ലോ ഇത്രയും റിസപ്റ്റീവ് ആവുന്ന ഒരു ഫേസിലേക്ക് എത്തിയത്. അതിനു മുന്നേ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി വേറെ സ്ഥലത്ത് ജീവിച്ച് തിരിച്ചു വന്നവരാണല്ലോ പകുതി മുക്കാൽ ആൾക്കാരും. മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ മൈഗ്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കുറേ പേര് ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ശരിക്കും. ഇല്ലെങ്കിൽ മരണത്തിൻ്റെ വക്കിലാണ് പലരും. ആ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അറിയാത്ത നാടാണെന്നെങ്കിലും പറഞ്ഞു ഓടിപ്പോകുന്നത്. അവിടെയെങ്കിലും സർവൈവ് ചെയ്യാന്നുള്ള രീതിയിലാണ് അവരോട് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇവിടെ പോളിസിയൊക്കെ വന്നതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ഡെവലപ്മെന്റ് ഓപ്പൺ ആയത്. ഇത് നമ്മൾ പറയുമ്പോൾ പോലും നമുക്ക് പണ്ട് മുതലേ കുറേ കാലം മുന്നേ തൊട്ടിട്ട് തന്നെ നമുക്കിപ്പോൾ 2 പെൺകുട്ടികൾ തൊട്ട് സഞ്ചാരം ഉണ്ടായി, പാപ്പിലോ ബുദ്ധി ഉണ്ടായി, അതുപോലെ ഒരുപാട് ദേശാടന അത് ക്ലാരിറ്റി കുറവായിരുന്നു അതിനകത്ത്, അങ്ങനെയാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വിചാരിക്കെങ്കിലും. പക്ഷെ കാബോഡി സ്കേപ്സ് വന്നു, അതിനുശേഷം തിരയിലൊരു ക്യാരക്ടർ ഇതിനുണ്ടായിരുന്നു. അങ്ങനെ 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 ആളൊരുക്കം, ഉടലാഴം, അങ്ങനെ പോകുന്നു അല്ലേ. അങ്ങനെ ഒരുപാട് പടങ്ങൾ ഇപ്പം നമ്മൾ ഈ ഇഗ്നോറൻസ് ഇസ് നെവർ ജസ്റ്റിഫൈഡ് എനിവെയർ. പക്ഷേ ഈ ലിമിറ്റഡ് അത് എന്ന് ശീതളിന് തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അരയും മുറിയും മുക്കാൽ കഷ്ണവും അറിയുന്ന വെച്ചിട്ട് എന്നാൽ പിന്നെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ സിനിമകളിൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം അത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് ടേൺ ഔട്ട് ചെയ്യാന്ന് തോന്നിയിട്ടുണ്ടാവും. ചില സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം എന്നോട് പല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇതൊക്കെ ചോദിക്കും, എന്താണ് കമ്മ്യൂണിറ്റി എല്ലാം ചോദിക്കും. പക്ഷേ ഇതെല്ലാം ചോദിച്ച് അവർ സ്ക്രിപ്റ്റ് ചെയ്ത് സിനിമ ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന അബ്ദങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. അപ്പോഴവർ പറയും ഇനി തിരുത്താൻ പറ്റില്ല എന്നുള്ളത് പറയും. കാരണം അവർക്ക് അത്രയും സാധ്യതയുള്ളൂ. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സ്പേസാണ്. അതിൽ നമ്മൾ എന്തൊക്കെ ചേർക്കണം, എന്തൊക്കെ ചേർക്കണ്ട, ആർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതിനൊക്കെ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ സിനിമയെ ആർട്ടായിട്ട് കാണുമ്പോൾ പോലും സിനിമ ഒരു കമേഴ്ഷ്യലി ഒരു വ്യവസായമാണ്. അതിലെപ്പോഴും മണി പവറുണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് പവറുണ്ട്. അപ്പം അതിനെ ഒന്നും ഒഴിവാക്കാതെ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റർക്ക് സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. ജയൻ ചേട്ടൻ്റെ സിനിമ എടുക്കുമ്പോൾ ജയൻ ചേട്ടൻ അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ആൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി. പക്ഷേ ആ പടത്തിന് സെൻസർഷിപ്പ് കിട്ടാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണല്ലോ. എന്താ വെച്ചാൽ സെൻസർഷിപ്പ് മാത്രമല്ല, ഈ പ്രദർശനവും പറ്റില്ല, ഇന്ത്യയിൽ ബാനായിരുന്നു. പിന്നെ 377 സ്ക്രാപ്പ് ചെയ്തതിന് ശേഷമാണ് അത് ചെയ്തത്. ഫിലിം ഫെസ്റ്റിവലുകൾ കാണിച്ചു. ഇപ്പം IFFKയിൽ 2016 സിനിമ കാണിച്ചു. പിന്നീട്
ആ വർഷം തന്നെ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവൽ അതിന് അവാർഡ് നേടി. ഇവിടെ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വർഷം തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് പാസ് കിട്ടുന്നത്, ട്രാൻസ് പാസ് IFFKയിൽ. അപ്പം ആ വർഷം തന്നെ ഈ സിനിമ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ ട്രാൻസ് ഐഡൻറ്റിറ്റിയെ ഞങ്ങൾ അംഗീകരിക്കും സിനിമാക്കാർ. പക്ഷേ ഈ പറയുന്ന സിനിമകളൊക്കെ അംഗീകരിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളൊരു നോളജ് സെൻസിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ വർഷം തന്നെയായിരുന്നു ജെൻഡർ ബെൻഡർ എന്ന് പറയുന്ന പാക്കേജ് അക്കാദമി കൊണ്ടുവന്നത്. അപ്പം അതൊരു ചേഞ്ച് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളുടെ നമ്മൾ കണക്ക് പറയുമ്പോൾ പോലും കാലത്തിനനുസരിച്ചുള്ള ഒരു ചേഞ്ചസ് സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ ചേഞ്ചുകൾ. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് മാത്രമല്ല, സ്ക്രീനിന് പുറകിലുമുണ്ട്. അതുപോലെ തന്നെ ഈ സ്ക്രീനിനകത്ത് നമ്മൾ കാണുന്ന ഇപ്പോൾ വെൻ വി സേ നമ്മൾ സിസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സിസ് ഹെട്രോനോമാറ്റിവിറ്റിയിലുണ്ടാവുന്ന ആളുകൾ പോയി ഈ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ, ജെൻഡർ മൈനോറിറ്റിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് അതിനകത്ത് എത്രമാത്രം ജസ്റ്റിസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. സെയിം വേ ഒരു സിസ് പേഴ്സൺ ഒരു പിന്നെ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു പടം എടുക്കുന്ന സമയത്ത് അതിനകത്ത് എത്രമാത്രം ജസ്റ്റിസ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. ഇത് എപ്പോഴും കൺഫ്യൂസിംഗ് ആണ്. ഇതൊരു ഭയങ്കര നാരോ ലൈനുമാണ്. സംടൈംസ് ഇത് പിന്നെ എന്താ പറയുക, ബൈനറിക്കകത്ത് നിന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് പോലും ഈ പറയുന്ന നമ്മളുടെ ഐഡൻറ്റിറ്റി നമ്മളോട് ഹൂ ആർ യു ടു ടോക്ക് അബൌട്ട് ദിസ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് പലതവണ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നോട് പേഴ്സണലി ഐ ഹാവ് ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ. ഇതിലൊരു പ്രശ്നമുള്ളത്, അപ്പോൾ ഒത്തിരി ഫിലിം മേക്കേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ഓണിയറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പിൻകോൺ. ഇന്ത്യയിലെ ആദ്യത്തെ ഗേ ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഞാൻ ജിജോന്റെ വെളിപാട് സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെയാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. അതേസമയം ഞാൻ അഞ്ജനേന്റെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്, ആദം അഭിനയിച്ചത്, സണ്ണി വെയിനൊക്കെ ബൈനറി ആരാർ. അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ക്രിയേറ്ററുടെ ഒരു റോള് വേറെയാണ്, അതേസമയം ഒരു കമ്മ്യൂണിറ്റി പെർസ്പെക്റ്റീവിൽ നിൽക്കുന്ന ഒരു ക്രിയേറ്ററുടെ റോളും വ്യത്യാസമാണ്. പക്ഷേ ഈ ക്രിയേറ്റർക്ക് ഉണ്ടാവുന്ന ക്വാളിറ്റി ഉണ്ടല്ലോ, നമ്മളൊരു സാധനം മേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, ഇപ്പം നിങ്ങൾ ക്യൂർ ആണ് ശരി തന്നെ, പക്ഷേ നിങ്ങൾ എടുക്കുന്ന സിനിമകൾ അത് ക്യൂർ സിനിമ പെർസ്പെക്റ്റീവിൽ തന്നെ വരുമെന്നുള്ളതിന് 100% യാതൊരു ഉറപ്പൊന്നുമില്ല. പക്ഷേ നിങ്ങൾ നീതി പുലർത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആസ് എ ക്യൂർ പേഴ്സൺ, പക്ഷേ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ക്രിയേറ്ററാണ്. അവിടെ നിങ്ങളുടെ ക്വാളിറ്റിയും നിങ്ങളുടെ ടാലൻറ്റും സ്കില്ലും മാത്രമാണ് വെളിയിൽ വരുന്നത്, അല്ലേ? അപ്പം അതൊരു വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ക്യൂർ പേഴ്സൺസ് എടുത്തിട്ടുള്ള മിക്ക സിനിമകളും ചെറുതായിട്ടെങ്കിലും നമുക്ക് ഇത് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ ഒരു ക്യാരക്ടറിനെ നമ്മൾ റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ അതിന് ഇത്തരം ആളുകളെ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ആലോചന. കാതലെടുക്കുമ്പോൾ എന്തുകൊണ്ട് ജിയോ ബേബിക്ക് മറ്റൊരു ഗേ ആർട്ടിസ്റ്റിനെ, അദ്ദേഹം പ്രൈഡിന് വന്നിട്ടുള്ള ആളാണ്, പ്രൈഡിന് സംസാരിച്ചിട്ടുള്ള ആളാണ്, ക്യൂറായിട്ടുള്ള ആളുകളായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. വൈ ചൂസിങ് ഇങ്ങനൊരു ബിഗ് ആയിട്ടുള്ള ഒരു ആക്ടർ? അതിനൊരു മേക്കർ പെർസ്പെക്റ്റീവിലെ ഇപ്പം ഈ സംഭവം ട്രൈ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുമ്പോൾ, ആക്ച്വലി ഇഫ് ഇറ്റ് ഹാഡ് നോട്ട് ഡൺ ബൈ മമ്മൂട്ടി, കാതൽ വുഡൻറ്റ് ഹാവ് ഗോട്ട് ദിസ് മച്ച് വിസിബിലിറ്റി. വെൻ മമ്മൂട്ടി ഈസ് ഡൂയിങ് ദാറ്റ്, when Jio Baby makes Mammootty do this character, or when they both are doing it together, the thing is that ഒരു പബ്ലിക്കായിട്ട് ഒരു സിമ്പതി, എമ്പതി ആൻഡ് ഇഗ്നോറൻസ് എന്ന് പറയുന്ന 3 എലമെൻറ്റ് നമുക്ക് വരുന്നുണ്ടല്ലോ. അതിൽ ഇഗ്നോറൻ്റ് ആയിട്ടിരിക്കുന്ന കുറേ പേര്, പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 2015 ശേഷം സ്ഥിരമായി വാർത്താ മാധ്യമങ്ങളിൽ കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസും ഇവിടെ പ്രൈഡ് മാർച്ച് 2010 തൊട്ട് നടക്കുന്നത് കൊണ്ടും ഒക്കെ കുറേ കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട്. പീപ്പിൾ ഹാഡ് ലൈക്ക് എന്തോ ഒരു സംഭവം എന്നുള്ളൊരു രീതിയിലേക്ക്. പക്ഷേ കാതലിൽ ജിയോ ബേബി ആ പോർട്രേ ചെയ്തത് ആ പെയിൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റ് ഓഫ് സിമ്പതി ഉണ്ടാക്കാൻ ആൾക്ക്
മറ്റേ അയ്യേ എന്ന് പറയുന്നിടത്തു നിന്ന് ഒരു സിമ്പതി വരുന്ന ഒരു സ്പേസിലേക്ക് എത്തിക്കാനുള്ള ഡെഫിനറ്റ്ലി. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമ കാണുന്നത്, ജിയോൻ്റെ കൂടെ ഒരുമിച്ചാണ് സിനിമ കണ്ടത്. സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് കരച്ചിൽ വന്നു. എന്തിനാ കരച്ചിൽ വന്നതെന്ന് എനിക്ക് റിയലായിട്ട് അറിയില്ല, പക്ഷേ എനിക്ക് കരച്ചിൽ വന്നു. ഞങ്ങൾ സിനിമ കാണുമ്പോൾ അങ്ങനെ ഇമോഷണൽ ആവാത്ത ആളാണ്, പക്ഷേ എനിക്ക് എന്തൊരു പെയിൻ വന്നു. അതുണ്ടാക്കാൻ ഞാൻ സിനിമയ്ക്ക് പറ്റി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഞാനുണ്ടായിരുന്നു, അനഘുണ്ടായിരുന്നു. എനിക്കറിയാം അത് മമ്മൂട്ടിയാണ്, ഇപ്പുറത്ത് നിൽക്കുന്നത് സുധിച്ചേട്ടനാണെന്നൊക്കെ എനിക്കറിയാം. നമ്മൾ അറിയുന്ന ആളുകളാണ് രണ്ടുപേരും. അവർ രണ്ടുപേരും സിനിമാ ലോകത്ത് നിൽക്കുന്ന ആളുകളാണ്, രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ അതേസമയം സിനിമയിൽ നമ്മൾ മുഴുകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ടല്ലോ. പക്ഷെ അവിടെ സംവിധായകന്റെ മനസ്സിൽ എന്തായിരിക്കാം എന്നുള്ള ചിന്തയായിരിക്കും. ഞാനും ഇച്ചിരി പെയിൻഡ് ആയ സാധനം അപ്പാർട്ട് ഫ്രം ദി സിനിമ ഇസ് ദാറ്റ് ഈ ഒരു ബേസിക്സ് ആണ്. വി ആർ നോട്ട് സപ്പോസ് ടു യൂസ് ദ ഡെഡ് നെയിം. ഇപ്പം നമ്മൾ ബൈനറി എററിൽ പിന്നെ ഞങ്ങൾക്കൊരു പാസ്പോർട്ടിൻ്റെ സീനുണ്ട്. നമ്മളപ്പോൾ വി ഡെഡ് നെയിം യൂസ് ചെയ്യരുത്, പഴയ ഫോട്ടോസ് ഉപയോഗിക്കരുത്, വി ആർ നോട്ട് സപ്പോസ് ടു ആസ്ക്. അപ്പോൾ ഈവൻ ബിഫോർ വെൻ വി വർ ഷൂട്ടിംഗ് വി ഹാഡ് ഗിവൺ ഒരു സെഷൻ ടു അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനോടൊക്കെ ലൈക്ക് യു ഹാവ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ വെൻ യു ആർ ടോക്കിംഗ്. നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്, ചില ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിരിക്കും, അപ്പോൾ അങ്ങനെ ചോദിക്കരുത് എന്നൊക്കെ നമ്മളൊരു ബ്രീഫൊക്കെ നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഐ ഹോപ്പ് ആഡം വാസ് വെരി കംഫർട്ടബിൾ ഇൻ ആർ സെറ്റ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ബേസിക് എലമെന്റ്സിൽ ഒരു സാധനമാണ് നോബഡി ക്യാൻ ഫോഴ്സ് യു ടു എക്സ്പ്രസ് യുവർ ജെൻഡർ. ഇതിൽ ചിലപ്പം ആദ്യത്തിന് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഈസ് എ വെരി ഗുഡ് പേഴ്സൺ, അവന് എല്ലാ തരത്തിലുള്ള അവയർനെസ്സും ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ട്രാൻസ്മെൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്തത്, ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എൻ്റെ ഡെഡ് നെയിം യൂസ് ചെയ്യരുത്. ഇത് എനിക്ക് നേരത്തെ അറിയായിരുന്നു, ബിക്കോസ് റിപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്. അഞ്ജനിക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് സെൻസ് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യത്തിന് അതുണ്ട്. നേരെ മറിച്ച് വേറെ ആൾ അങ്ങനെയുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ ഒരു കമ്മ്യൂണിറ്റി സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇറങ്ങുകയും അതിൽ വളരെ മോശമായിട്ട് കമ്മ്യൂണിറ്റി ആളുകളെ വെച്ച് ആ സിനിമയും ചെയ്യുകയും ചെയ്തു. അതിലൊരു ട്രാൻസ് കഥാപാത്രത്തെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടാൽ സങ്കടം തോന്നും. യഥാർത്ഥത്തിൽ എനിക്ക് ആ സിനിമയുടെ പേര് പറയാൻ തന്നെ എനിക്ക് മടിയാണ്, അതാണ് ഞാൻ പറയാത്തത്. നീതി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതിലൊരു ട്രാൻസ് വുമൺ അടയാളപ്പെടുത്തുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമായി. ഇതിന്റെ സിനിമ പ്രിവ്യൂ കാണാൻ എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത് പ്രിവ്യൂ കാണാനായിട്ട്. അതിലൊരു ദളിത് സ്റ്റോറി പറയുന്നുണ്ട്, ഒരു ഹോമോസെക്ഷൽ സ്റ്റോറി പറയുന്നുണ്ട്, അവസാനം ഒരു ട്രാൻസ് സ്റ്റോറി പറയുന്നുണ്ട്. ആ ട്രാൻസ് വുമൺ സ്റ്റോറി പറഞ്ഞതിന് ശേഷം ഒരു ട്രാൻസ്മെൻ്റെയും സ്റ്റോറി പറയുന്നുണ്ട്. അവസാനത്തെ ക്ലൈമാക്സിൽ സ്വന്തം ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞ ട്രാൻസ്മാൻ അവസാനം അയാൾ ആദ്യം ഡിവോഴ്സ് ആയിട്ടുള്ള പാർട്ട്ണറെ കാണുന്നതാണ്, മെയിൽ പാർട്ട്ണറെ കാണുന്നു, അവർക്കുണ്ടായ കുഞ്ഞിനെ കാണുന്നു. അപ്പോൾ കുഞ്ഞിനെ നോക്കി നിലവിളിക്കുകയാണ് ഈ ട്രാൻസ്മാൻ, എന്നെ ഒരു വട്ടമെങ്കിലും അമ്മ എന്ന് വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് ഇപ്പം എന്നെ ഗസ്റ്റായിട്ടാണ് ആ റിവ്യൂവിന് ക്ഷണിച്ചത്. ഞാൻ അവിടെ റിവ്യൂ പറയേണ്ടത് നല്ലതായിട്ടാണ്. ശരിക്കും എനിക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല സിനിമ. സ്ക്രിപ്റ്റ് റൈറ്റർ ഇരിക്കുന്നുണ്ടായിരുന്നു, ഡയറക്ടർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിത് പറഞ്ഞ സമയത്ത് ഡയറക്ടർ എൻ്റെ അടുത്ത്, ഞാനൊരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള വ്യക്തിയാണ്, ഞാനിങ്ങനെ സിനിമ എടുത്തത് ശീതൽ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. അതിനുശേഷം ഇവർ എന്നെ വാട്സപ്പിൽ എന്നോട് സംസാരിച്ചു, ശീതൽ ജിയോയുടെ കാതലിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ സിനിമയ്ക്ക് എന്താ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത്, ഇത് IFFKയിലൊക്കെ എങ്ങനെ അയക്കുക എന്നൊക്കെയുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു ഇതെങ്ങനെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് പറ്റത്തില്ല, ആ സിനിമയെക്കുറിച്ച് എനിക്ക് ഓർക്കാനേ എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ. സോ ഇവിടെ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ പിന്നെ ജെൻഡർ റെപ്രസെൻറ്റേഷൻ ഇൻ സിനിമ, ഈവൻ വെൻ ഇറ്റ് കംസ് ടു വിമൻ, വി ആർ സ്റ്റിൽ ബൈനറിക്കകത്ത് നിന്നുകൊണ്ട് സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജെൻഡർ റെപ്രസെൻറ്റേഷനിൽ പോലും ഈ ഫ്ലവർ ബേസിക് സാധനങ്ങളിലേക്കൊക്കെ വരുന്നിടത്ത് ഈ ഇൻക്ലൂസിവിറ്റിയും ഇൻ്റർസെക്ഷനാലിറ്റി റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ജെൻഡർ റെപ്രസെൻറ്റേഷൻ സിനിമയ്ക്കകത്ത് ഇപ്പോൾ വെൻ ഇറ്റ് കംസ് ടു വിമൻ റെപ്രസെൻറ്റേഷൻ ബിഗ് ഡെൽ പോലത്തെ ടെസ്റ്റുകളുണ്ട്. എങ്ങനെയാണ് നമ്മൾ ശരിക്കും, വാട്ട് ഡു യു തിങ്ക്, ലൈക്ക് ഡു യു ഹാവ് എനി സജഷൻസ്, ലൈക്ക് എങ്ങനെയാണ് നമുക്ക് ആക്ച്വലി റെപ്രസെൻറ്റേഷൻ സിനിമകളിൽ കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി സമാധാനമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്പേസിലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും ഗവൺമെൻറ് പോളിസീസ് ഉണ്ടാക്കണം, ഒബിയസ്ലി അവയർനെസ് കൂടണം, ഇതൊക്കെയാണ്. ബട്ട് ശീതലിന് എന്താ തോന്നണേ?
ഒന്ന് ഞാൻ പറയുന്നത് പോലെ സിനിമ എപ്പോഴാണ് സ്ത്രീകൾ കണ്ടു തുടങ്ങിയത്, സ്വീകരിച്ചു തുടങ്ങിയത്? ഇപ്പോഴും തിയേറ്ററിൽ പോയിട്ട് സ്ത്രീകൾക്ക് സിനിമ കാണുക എന്നുള്ളത് അതൊരു അർബനും റൂറലും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്ക് റൂറലിലൊക്കെ ഞാൻ സ്ത്രീകളുടെ കാര്യമല്ല ചോദിച്ചാൽ ആ ഒരു ജെൻഡർ മൊത്തത്തിൽ ജെൻഡർ മൈനോറിറ്റി ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം സ്ത്രീകൾ പോലും അത്തരത്തിലുള്ള ഒരു റെപ്രസെൻറ്റേഷനിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം ഫാൻ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ ആരാണ് ഫാനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആ ഫാൻ മൂവ്മെൻറ്റിലേക്ക് ആരാ വരുന്നത്? അവിടെ പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റീനെ ഇൻക്ലൂഷനായിട്ട് ഉണ്ടാവില്ല. അവിടെ പുരുഷന്മാരാണ്. അത് ഏത് സ്റ്റാറിൻ്റെ സിനിമ എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് FDFSന് പെണ്ണുങ്ങൾക്ക് കയറാൻ പോലും പറ്റില്ല. അത്രയും ഒരു സ്പേസിലാണ് നമ്മളുള്ളത്. അവിടുത്തെ ആഘോഷം, അവിടുത്തെ സെലിബ്രേഷൻ എല്ലാം ഈ പറയുന്ന മസ്കുലിനിറ്റിയുടെ ഒരു അവതാരങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന മറ്റ് ഇത് വളരെ കുറച്ച് തിയേറ്ററുകളിലൊക്കെയാണ്. ഇപ്പം മാളുകളിലൊക്കെ ഉള്ള തിയേറ്ററുകളിലാണ് അങ്ങനെ FDFSനൊക്കെ പെൺകുട്ടികൾക്ക് അവസരം കിട്ടുന്നത്. അവിടെ ഈ പറഞ്ഞ സെലിബ്രേഷനൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. പക്ഷെ നമ്മൾ പറയുന്ന സാധാരണ തിയേറ്ററുകളിൽ ഈ പറയുന്ന സെലിബ്രേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. സിനിമയെ നമ്മൾ ആഘോഷിക്കുമ്പോൾ പോലും ഈ പറയുന്ന ഒരു ഇൻക്ലൂഷൻ ഉണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന മറ്റ് ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ആളുകളെ ഇൻക്ലൂഷൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്? അതായത് സിനിമയുടെ ഒരു ആഘോഷ ദിവസത്തിൽ പോലും നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ല. പിന്നെ സിനിമ മേക്ക് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൻക്ലൂഷൻ കൊണ്ടുവരാൻ പറ്റുന്നത്? ഇപ്പോൾ സർക്കാർ തന്നെ സിനിമ എടുക്കാനായിട്ട് ആളുകളൊക്കെ സ്ത്രീകൾക്ക് സഹായം ചെയ്യുന്നുണ്ട്. ട്രാൻസിന് സഹായം ചെയ്യുമെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. ബട്ട് ഈ സഹായം എവിടം വരെയാണ് ഉണ്ടായിട്ടുള്ളത്, അതിൻ്റെ എന്താണ് അപ്രോച്ച് ഉണ്ടായിട്ടുള്ളത്, അതിന് എന്ത് തരത്തിലുള്ള ഔട്ട്പുട്ടാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ പരിശോധിക്കണം. ഈ ഇപ്പം 10 സ്ത്രീകൾക്ക് സിനിമ പിടിക്കാൻ അവസരം കൊടുത്തു. അതിലൊരു 3-4 പേരുടെ സിനിമ ഇറങ്ങി. ഈ സിനിമകൾ ആഘോഷിക്കപ്പെട്ടോ? സിനിമകൾക്ക് എത്ര റീച്ച് ഉണ്ടായിട്ടില്ല. എത്ര തിയേറ്ററുകളിൽ ഓടി അവര് കഷ്ടപ്പെടുകയാണ് ആ സ്ത്രീകൾ ചെയ്തിട്ടുള്ളത്. ഞാൻ പല സ്ത്രീകളുടെ കാര്യം അറിയാവുന്നത് കൊണ്ട്. പക്ഷേ നമുക്ക് എങ്ങനെയാണ് ഇപ്പം നമ്മുടെ സോഷ്യൽ സ്പേസിൽ ഒത്തിരി എംപവറിങ് നടക്കുന്നുണ്ട്, വുമൺ എംപവറിങ്. ഇപ്പം കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് ഈ പറയുന്ന സിസ്റ്റത്തിന് ഇങ്ങനെയുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ സ്കൂളുകളിലെ കുട്ടികൾക്ക് സിനിമ മേക്കിങ്ങിന് പറ്റുന്ന പെൺകുട്ടികൾക്കും മറ്റ് ജെൻഡറിൽപ്പെട്ട ആളുകൾക്കും അതിന് വേണ്ടുന്ന ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പറ്റുന്നില്ല? നമ്മൾ സ്കൂളുകളിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങിയാലല്ലേ അവർക്ക് അതിനുള്ള ഒരു അവയർനെസ് ഉണ്ടാവുള്ളൂ. ആ അവയർനെസ് ആണല്ലോ അവരെ ഒരു മേക്കറായിട്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും അഭിനയമോഹം എന്നുള്ളൊരു സംഭവത്തിലേ ഉള്ളൂ. അതിനപ്പുറം ക്രിയേഷനോ അതിൻ്റെ ബാക്ക് സൈഡോ ഒന്നും ആളുകൾക്ക് അറിയത്തില്ല, ഭൂരിപക്ഷത്തിന് അറിയത്തില്ല. ഇത് പറയുമ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത്, പക്ഷേ നമുക്ക് അവാർഡുണ്ട്, മികച്ച സ്ത്രീ/ട്രാൻസ്ജെൻഡർ സംവിധായകർക്ക് അവാർഡുണ്ട്. അപ്പൊ നേരം തൊട്ടപ്പുറത്ത് മികച്ച സംവിധായകന് ഒരു അവാർഡും ഉണ്ട്, ബെസ്റ്റ് ഫിലിം മേക്കറും ഉണ്ട്, ദ ബെസ്റ്റ് വുമൻ/ട്രാൻസ്ജെൻഡർ ഫിലിം മേക്കർ എന്നും പറഞ്ഞിട്ടും ഉണ്ട്. അപ്പൊ ശരിക്കും കലയിൽ അങ്ങനെ ഒരു അവാർഡിൽ അങ്ങനെ ഒരു പിന്നെ ഡിഫറൻസിയേഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് വന്നത് നല്ല കാര്യം. ബട്ട് നമുക്ക് ഈ ഡിഫറൻസ് ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു ജെൻഡർ പോളിസി ഉണ്ടായാലേ അത് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാനേ പറ്റുള്ളൂ. നമുക്കൊരു ജെൻഡർ പോളിസി, ജെൻഡർ നയം ഉണ്ടായാലും നമ്മുടെ സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന നമ്മുടെ സാമൂഹികമായിട്ടുള്ള ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡു യു റിയലി തിങ്ക് ഞാൻ ചെയ്യുന്ന കലയും ശീതൾ ചെയ്യുന്ന കലയും വേറൊരാൾ ചെയ്യുന്ന കലയും ഒക്കെ തമ്മിൽ ഈ ജെൻഡർ വൈസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്ന്? നമ്മുടെ കല ഔട്ട്പുട്ട് അല്ല. ഇപ്പം ഞാൻ അഞ്ജനയുടെ ഒരു സിനിമയെ ഞാൻ വീക്ഷിക്കുമ്പോൾ, ഞാൻ കാണുമ്പോൾ, ഇപ്പം അഞ്ജന എടുത്തൊരു സിനിമയാണ്, ഞാൻ അവിടെ അഞ്ജനയുടെ സിനിമ കാണാൻ വരികയാണ്. ഞാൻ വെറും പ്രേക്ഷക മാത്രമാണ്. അഞ്ജനയുടെ മനസ്സിലുണ്ടാവുന്ന
ചിന്ത സിനിമ കാണുന്ന സമയത്ത് ഇത് ആളുകൾ സ്വീകരിക്കും, ഇത് ആളുകളുടെ ഇടയിൽ എത്തുമോ എന്നുള്ള ആസ് എ ഡയറക്ടർ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ബട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ ആ സിനിമയുമായി ബന്ധപ്പെട്ടായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് അവാർഡ് കാറ്റഗറി വരുന്നത് ബെസ്റ്റ് ഫിലിം ഇൻ മലയാളം എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ വരുന്നത്. അപ്പം ഈ കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ അവാർഡിനെ കാണുന്നത്. ഇപ്പോൾ സ്റ്റേറ്റിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് പറയും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായില്ലേ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ നിന്നൊരു കമ്മ്യൂണിറ്റി സൈഡിൽ നിന്നുമ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അതൊരു നല്ലൊരു അപ്രോച്ചാണ്. ബട്ട് വേറെ കമ്മ്യൂണിറ്റിയോട് ചോദിച്ചാൽ എന്തിനാ അങ്ങനെ ഒരു ഔദാര്യം എന്നുള്ളതായിരിക്കും ചോദിക്കുക. എന്നോട് ഞാൻ പറയും ഞാൻ ഉണ്ടാക്കുന്ന സിനിമയും ശീതൽ ഉണ്ടാക്കുന്ന സിനിമയും മറ്റൊരു എടുക്കുന്ന സിനിമേനെ ഇങ്ങനെ 3 ബോക്സിലിട്ട് കാണേണ്ട ആവശ്യമില്ല. സിനിമയായിട്ട് കണ്ടിട്ട് നല്ല. അതിപ്പോ നമ്മള് ഇപ്പം എഴുത്ത് പറയുമ്പോൾ എന്താ പറയാ, സ്ത്രീപക്ഷ പെണ്ണെഴുത്ത് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ലിംഗപരമായിട്ടുള്ള ഒരു ഭാഷാ പ്രയോഗം ഉണ്ട് അവിടെ. അങ്ങനെ തന്നെയുള്ളൊരു കാറ്റഗറൈസേഷനും ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്. അത് മാറാനായിട്ട് ഈ പറയുന്ന ഒരു ജെൻഡർ നയമൊക്കെ വന്നാലേ നമുക്കതിലൊരു ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. അതായത് ഇപ്പോൾ വോട്ടിങ് എടുക്കുകയാണെങ്കിൽ സ്ത്രീ ഇത്ര, പുരുഷൻ ഇത്ര, ട്രാൻസ് ഇത്ര എന്നത് പറയുന്ന പോലെ തന്നെയാണ്. അത് ആർട്ട് ഫേസിലായാലും ഈവൻ നമ്മുടെ ലിറ്ററേച്ചർ ഫേസിലായാലും ഒക്കെ ഈ സ്പേസിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതായത് നിങ്ങൾ എത്ര ശതമാനം ഉണ്ട്, അതാണ് സ്റ്റേറ്റിന് വേണ്ടത്. ഇങ്ങനെ നമ്മൾ മലയാള സിനിമയെ ഫോക്കസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് കുറേ ഇൻ്റർനാഷണൽ സെനാറിയോയിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അപ്പോൾ നമുക്ക് ഓസ്കാറിൽ വളരെ കൃത്യമായ റെപ്രസെൻറ്റേഷൻസ് ഒരുപാട് നല്ല, മൂൺലൈറ്റ് മുതൽ ബ്രോക്ക് ബാക്ക് മൗണ്ടൻസ് മുതൽ കോൾ മീ ബൈ യുവർ നെയിം, ഹാപ്പി ടുഗെദർ, അങ്ങനെ ഒരു സീരീസ് ഓഫ് പടങ്ങൾ. ഇപ്പോൾ എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ്, അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബ്ലൂ ഇസ് മൈ ഫേവറേറ്റ് കളർ. അതിനകത്ത് എവറിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസിൽ അമ്മേൻ്റെ അടുത്ത് എന്തോ സംസാരിക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ള ഇതിൽ അമ്മ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഇസ് എ ജെൻഡർലെസ് ലാംഗ്വേജ്, സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു യൂസ് ഇംഗ്ലീഷ് എന്ന്, സോ ദാറ്റ് യു വിൽ നോട്ട് ഹേർട്ട് എനിബഡി. ബിക്കോസ് അവരുടെ മകള് പിന്നെ സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ബട്ട് ഷീ ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ്. അങ്ങനെ ഒരു നല്ല രസമുള്ള കുറേ സീക്വൻസസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ OTTയിൽ വളരെ രസകരമായിട്ട്, ഞാൻ ഈ റീസെൻ്റ്ലി ഒരു കാഷ്വൽ വാച്ചിന് ദ റോയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഇറ്റ്സ് ഓൺ പ്രോബ്ലംസ്. ഞാൻ അതിൽ ഇയറിങ്സും ഡ്രസ്സൊക്കെ നോക്കണ്ട, അതാണല്ലോ ഇപ്പോഴത്തെ വെബ് സീരീസിൻ്റെ ഒരു സ്റ്റൈല്. അങ്ങനെ കണ്ടു. പക്ഷേ അതിനകത്ത് ഓപ്പൺ അപ്പ് ചെയ്യുന്നൊരു സീനുണ്ട്. ദ എൻറ്റയർ മൂവി റിവോൾവ്സ് അറൗണ്ട് ദ ഐഡിയ ദാറ്റ് ദെയർ ഫാദർ വാസ് എ ഗേ മാൻ. അപ്പോൾ പക്ഷേ ദേ വർ ഹൈഡിങ് ഇറ്റ് ബിക്കോസ് ഹി വാസ് എ കിങ്. അങ്ങനെ അതിൻ്റെ പ്രഷർ അനുഭവിച്ചു. അതിൽ മോള് സിബ്ലിങ്സുമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ലൈക്ക് ഐ ആം ഇനീഷ്യലി ഷി ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ആക്സെപ്റ്റ് ഹെർസെൽഫ്, ആക്സെപ്റ്റ് ചെയ്യാൻ പാടുമായിരുന്നു. പക്ഷേ ഷീ ദെൻ ഓപ്പൺ അപ്പ് ചെയ്യുന്ന സീനുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരതിനെ ഡീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഓപ്പൺ അപ്പ് സീക്വൻസസിൽ പൊതുവേ പണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു അങ്ങനെയൊക്കെയുള്ള കപൂർ ആൻഡ് സൺസിലൊക്കെ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക്, ആ കപൂർ ആൻഡ് സൺസിലാണെങ്കിലും പിന്നീട് ആ എംബ്രേസ് ചെയ്യുന്ന ഒരു സ്പേസ്, അതേപോലെ OTTയിൽ വളരെ കോൺഷ്യസ് ആയിട്ട് യു വിൽ ഹാവ് ലൈക്ക്, പണ്ട് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയപ്പം എൻ്റെ അടുത്ത് ആരായിരുന്നു, പിന്നെ ശീതളാണോ എന്നോട് ചോദിച്ചത് അതോ ജിജോ ആണോ ചോദിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ എന്തുകൊണ്ട് കുമ്പളങ്ങി നൈറ്റ്സിലെ ഈ പറയുന്ന ഇത്ര ആണുങ്ങളിൽ ഒരാൾക്ക് ഒരു സെയിം സെക്സ് പാർട്ട്ണർ ഉണ്ടായിക്കൂടായിരുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ട്രാൻസ് പേഴ്സൺ ആവാമായിരുന്നു എന്ന് പറയുന്ന പോലത്തെ രസകരമായ ഇൻക്ലൂസിവിറ്റീസ് നമ്മൾ സിനിമകളിൽ ഇപ്പം OTT പ്ലാറ്റ്ഫോംസിലും ഇൻ്റർനാഷണൽ സെനാറിയോയിലും കാണുന്നുണ്ട്. ഭയങ്കര നമുക്കിങ്ങനെ കാണുമ്പം സങ്കടം. ഹിന്ദിയിലും ഇപ്പോൾ കുറേ അങ്ങനത്തെ പടങ്ങൾ വരുന്നുണ്ട്. അപ്പം ശീതളിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പടങ്ങളുണ്ടോ? ശീതൾ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പോൾ പോർട്രേറ്റ് ഓഫ് ലേഡി ഓൺ ഫയർ ഒക്കെ പോലെ എന്തെങ്കിലും സിനിമകൾ നമുക്ക് ഒന്നിങ്ങനെ പാർക്കിങ്ങിൽ ഒന്ന് റെഫർ ചെയ്യണം എന്നൊക്കെ തോന്നിയാൽ? അഞ്ജന പറഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ മാക്സിമം കണ്ടിട്ടുള്ള സിനിമകളാണ്. റോയൽസ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ നോറ ഫത്തേയും ഇവനൊക്കെ അഭിനയിച്ച പടമല്ലേ. എനിക്ക് തോന്നുന്നു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വെബ് സീരീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം ഉണ്ട്. ആ ഓളം തന്നെയാണ് അത് നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രിയിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പം അത് എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം എന്ന് പറയുന്നത് എൻറ്റയർ ആയിട്ടുള്ള ക്വയർ റെപ്രസെൻറ്റേഷനെയും ജെൻഡർ പെർഫോമൻസിനെയും ഒക്കെ കളിയാക്കിക്കൊണ്ടും അതിനെ പോസിറ്റീവായി സംസാരിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു സീരീസ് ആയിരുന്നു അത്. അതിലുപരി ഒത്തിരി വെബ് സീരീസ് ഈ പറയുന്ന ഹോളിവുഡിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇവൻ കൊറോണ ഉണ്ടാക്കിയിട്ടുള്ള, അതായത് നമ്മുടെ പ്രീ കൊറോണയും പോസ്റ്റ് കൊറോണയും തമ്മിലുള്ള ഒരു അന്തരമുണ്ട്. അത് നമ്മുടെ ആളുകൾക്ക്
മീഡിയമായിട്ട് സിനിമയെ അല്ലെങ്കിൽ വെബ് സീരീസിനെയൊക്കെ വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ കണ്ടിരിക്കുക എന്നുള്ളതും മനസ്സിലാക്കുക എന്നുള്ളതും പറ്റുന്നൊരു സമയമായിരുന്നു ആ സമയം. അത് എനിക്ക് തോന്നുന്നു വളരെ ഓപ്പണായിട്ടുള്ളൊരു സമയമാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എങ്ങനെയാണ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇരിക്കുന്ന സ്ഥലം മോശമല്ലാത്തൊരു സ്ഥലമായിട്ട് അവരൊരുമിച്ചിരിക്കുന്ന സ്ഥലം സാധാരണ സ്ഥലം പോലെ മലയാളിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ആഫ്റ്റർ കൊറോണ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈവൻ സ്കൂളുകളിൽ ആൺകുട്ടികളും വീട്ടിൽ ഒരുമിച്ചിരിക്കുക, സംസാരിക്കുക, അതുവരെ ഇഷ്യൂസ് ആയിരുന്നു. ജനറൽ ന്യൂട്രൽ സ്പേസിന്റെ ഒരു സാധ്യതയ്ക്ക് വന്നു. അവരൊരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു, കൂട്ടുകൂടുന്നു. ആഫ്റ്റർ കൊറോണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഈ പറയുന്ന സിനിമകളിലും ഉണ്ടായിട്ടുണ്ട്, വെബ് സീരീസിലും ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഇപ്പം ഒത്തിരി വെബ് സീരീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവൻ രാധിക ആപ്തയുടെ ഒരു വെബ് സീരീസ് ഉണ്ട്. ഇപ്പൊ റോഷനും ഒരു ട്രാൻസ്ഫോമറൊക്കെ ആയിട്ടുള്ള ട്രിനീറ്റ അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഹെവൻ ഉണ്ട്. മെയ്ഡ് ഇൻ ഹെവനൊക്കെ ഒരു ട്രാൻസ് കഥാപാത്രം തന്നെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ. അപ്പം അങ്ങനെ ഒത്തിരി ചേഞ്ചസ് ഈ പറയുന്ന നമ്മുടെ ബോളിവുഡിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ഇപ്പോൾ 2018 മൂൺലൈറ്റിന് ഓസ്കാർ കിട്ടുമ്പോൾ അത് ആദ്യമായിട്ട് ഓസ്കാർ അവതരിപ്പിക്കാൻ വരുന്ന ഒരു ട്രാൻസ് വുമൺ ആണ് അതിൽ ആങ്കറായിട്ട് വരുന്നത്. രണ്ടാമത് ആദ്യമായിട്ടൊരു അറബ് വംശജന് അവാർഡ് കിട്ടുന്നതും അതിലാണ്, അതിലത്തെ പ്രധാന കഥാപാത്രത്തിന്. അപ്പം അങ്ങനെ ഒത്തിരി ചേഞ്ചസ്, അതായത് ക്യൂർ മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല മാർജിനലൈസ് ആയിട്ടുള്ള മനുഷ്യരുടെ കാര്യത്തിലും അതൊരു ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് ട്രംപിനെതിരെ ഒരു സ്ത്രീ നിന്ന് സംസാരിക്കുന്നത്. ഇവൻ മെർലിൻ സ്ട്രിപ്പ് സംസാരിക്കുന്ന ആ വർഷം തന്നെയാണ്. അപ്പം അങ്ങനെ എന്താ പറയാ, എല്ലാം തരത്തിലും അടിച്ചമർത്തി മാർജിനലൈസ് ആയിട്ടുള്ള മനുഷ്യർക്ക് നിലനിൽക്കാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് സിനിമയെ കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മേക്കിങ്ങും മേക്കേഴ്സൊക്കെ ഉണ്ടാവുന്നത് ഇതാണ്. അപ്പം കോൾ മീ ബൈ യുവർ നെയിം, ബ്ലൂവി സ്വാമിസ് കളറൊക്കെ വളരെ ഓപ്പൺ ആയിട്ടുള്ള അത്തരം സിനിമകളാണ്. പക്ഷെ അത്തരം സിനിമകളെ നമുക്കിവിടെ അപ്രോച്ചബിൾ ആണോ എന്നുള്ളതാണ്, നമുക്കിവിടെ മേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയിൽ ഇത്തരം സിനിമകൾ എങ്ങനെയാണ് നമുക്ക് സെൻസർ ചെയ്യപ്പെടുന്നത്? നമുക്ക് നമ്മളെ വോക്കെന്ന് വിളിക്കാം, നമ്മള് പറ്റത്തില്ല. ഈ മരണമാസ് ഇറങ്ങിയ സമയത്ത് ഇതേപോലെ പിന്നെ മരണമാസിലെ ക്യാരക്ടർ ഉള്ളത് കൊണ്ട് പല രാജ്യങ്ങളിലും ഇതിനെ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പക്ഷേ സിനിമ കണ്ടു. അപ്പോൾ സിനിമയിൽ അങ്ങനെ ഒരു വലിയ എന്താ പറയുക, ഇത് പിന്നെ തിരിച്ചറിയ പോലുമില്ല. നാദിറ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അതൊരു ക്യാരക്ടർ, അതിന് ഒരു ഇറ്റ് ഈസ് വൺ അമംഗ് ദ ക്യാരക്ടേഴ്സ്, അല്ലാതെ അങ്ങനെ അതിന് എന്തായിരുന്നു ഞാൻ ഇപ്പോൾ ഈ ബാൻ എന്ന് പറയുന്നത് ഒത്തിരി സിനിമകൾ നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്യൂർ സിനിമ ഇപ്പോൾ അതിൽ ബാൻ ചെയ്തല്ലോ ഒത്തിരി കൺട്രീസിൽ. നാദിറയുടെ സിനിമ അങ്ങനെ ബാൻ ചെയ്ത് കിട്ടുമ്പോൾ എനിക്ക് അതിശയായി. അപ്പം അതിൽ നാദിറയും അതിൻ്റെ ആളുകളുമാണ് പറഞ്ഞത് അങ്ങനെ ബാൻ ഉണ്ടായിരുന്നു. അതെന്തിനാണെന്ന് എനിക്ക് കറക്റ്റ്, ഞാൻ പടം കണ്ടപ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു വൺ അമംഗ് ദ ക്യാരക്ടേഴ്സ്, അല്ലാതെ നാദിറ അതിൽ അഭിനയിച്ചത് നമുക്ക് അതൊരു ട്രാൻസ് പേഴ്സൺ ആണെന്ന് പോലും നമ്മൾ അതിനകത്ത് റിവീൽ ചെയ്യുന്നില്ല. അപ്പം ഇതേപോലെ തന്നെ ഇപ്പം സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഡിഡ് യു ഫീൽ ലൈക്ക് ഇറ്റ് ഹാസ് എൻ ഹോമോഫോബിക് സ്പേസ് അതിനകത്ത്? ആൻഡ് ഈ പറഞ്ഞ മുംബൈ പോലീസ് പോലെ സസ്പെൻസ് എലമെൻറ്റിന് വേണ്ടി മാത്രം ട്രീറ്റ് ചെയ്യുകയും സബ്ജക്റ്റിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ സ്ട്രഗിളോ കമ്മ്യൂണിറ്റിയിലെ ഡിഫിക്കൽട്ടിയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഓണർ കില്ലിംഗ് ആണെങ്കിൽ പോലും ഈ ഓണർ കില്ലിംഗ് ഹാസ് ടു ബി അഡ്രസ്ഡ് എന്നുള്ളൊരു ഏരിയ ഡിസ്കസ് ചെയ്യാത്തതുപോലെ തോന്നിയോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആവശ്യകത എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അത് പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഇഷ്യൂവിനെ മാത്രം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്, അതിനപ്പുറത്തേക്കുള്ള ഇതിലേക്ക് പോകണ്ട, അതിനെ വലിച്ചു നീട്ടണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ആഫ്റ്റർ എഫക്റ്റിനെ ഒന്നും നമ്മൾ സൂചിപ്പിക്കേണ്ട എന്നുള്ളത് ഇഷ്യൂൻ്റെ ആയിരിക്കും. ഇഷ്യൂ കൊമേഴ്ഷ്യൽ സക്സസിന് വേണ്ടി ഉപയോഗിച്ചു ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞാനും കരുതിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മോഹൻലാലിൻ്റെയും ഹണി റോസിൻ്റെയും പടം മോൺസ്റ്റർ, ഒന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം
നെഗറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റീനെ ഇത്തരത്തിലുള്ള വികൃതമായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്ന സിനിമകൾ ഞാൻ ഒരിക്കലും കാണാൻ ശ്രമിക്കാറില്ല. പലപ്പോഴും ഇത്തരം വാർത്തകളിലൂടെയാണ് എനിക്ക് പലപ്പോഴും വിവരങ്ങൾ കിട്ടാറ്. പൂർണ്ണമായും ഞാൻ സിനിമ കാണാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അത് കാണാതിരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. പിന്നെ വിചിത്രം എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു, വിചിത്രം, ജോളി ചെറിയത്തും ഹനി കുസൃതിയൊക്കെ. ആക്ച്വലി പടം ഹാഡ് ആസ് വെരി ബ്യൂട്ടിഫുള്ളി പോർട്രേറ്റ് ദിസ് ഏരിയ. പക്ഷെ പിന്നീട് അതിൻ്റെ പ്രൊമോഷനോ അതിൻ്റെ ഒരു ഏരിയയിലോ ഈ ഒരു ടോപ്പിക് സംസാരിക്കുക, ഇപ്പം എൻ്റെ ബൈനറി എററിൻ്റെ സമയത്ത് ഇറങ്ങിയതിന് ശേഷം എന്നോട് സംസാരിക്കാതായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എന്നെ വോക്കെന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അയ്യോ നീ എന്തിനാണ് നീ എപ്പോഴും ഈ ജെൻഡറിനെ പറ്റി തിങ്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു കോൺഷ്യസ് ഇഗ്നോറിങ്, നമ്മളിത് കണ്ടിട്ടില്ല ബാക്കിയൊക്കെ ഓക്കെയാണ് എന്ന് പറയുന്നൊരു സാധനവും കൂടി സൊസൈറ്റിയിൽ ഉണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ മലയാള സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ പലയിടങ്ങളായിട്ട് ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. ഇവൻ മട്ടാഞ്ചേരി ടീമുണ്ട്, ട്രിവാൻഡ്രം ടീമുണ്ട്, മലബാർ ടീമുണ്ട്, അങ്ങനെയൊക്കെ ടീമുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ എടുക്കുന്ന സിനിമകൾ നമ്മൾ ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാവും, കമേഴ്ഷ്യൽ ഹിറ്റിന് വേണ്ടി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തെ നന്നാക്കാൻ സിനിമ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി മതത്തെ സംസാരിക്കാൻ സിനിമ എടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാവും, ആരാണ് മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ആഷിഖ് അബു, ശ്യാം, ഇവരൊക്കെ എങ്ങനെയാണ് സിനിമ എടുക്കുന്നത്, മധു ജനാർദ്ദന്, ഇവരൊക്കെ സിനിമ എടുക്കുമ്പോൾ അതിൽ വരുന്ന ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു എലമെൻറ്റ്. അപ്പോൾ അവർ മാക്സിമം അതിനെ വലിയ പ്രശ്നമില്ലാതെ എടുക്കുക എന്നുള്ളതൊക്കെ ചിന്തിച്ചും പ്രവർത്തിച്ചൊക്കെ എടുക്കുകയായിരിക്കും. ഇപ്പോൾ ദിലീഷ് പോത്തനോ അല്ലെങ്കിൽ ഇവരൊക്കെ എടുക്കുന്ന അൻവറൊക്കെ എടുക്കുന്ന സിനിമകൾ മാക്സിമം പ്രശ്നമില്ലാതെ എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ ഇതായിരിക്കത്തില്ല തിരുവനന്തപുരം സൈഡ്, കമേഴ്ഷ്യൽ സൈഡ് അല്ലേ. അപ്പം നമ്മളെങ്ങനെയാണ് നമ്മൾ വളരെ സെലിബ്രേറ്റ് ചെയ്തിരുന്ന നീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൺലോകത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ നീലകണ്ഠൻ ചെയ്തിട്ടുള്ള കുറ്റങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് ഇഷ്യൂസ് അല്ല. പക്ഷെ നീലകണ്ഠനെ നമ്മൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഇതിലാണ് നമ്മളുള്ളത്. അതേസമയം നീലകണ്ഠനെ നമ്മൾ വെറുക്കുന്നു എന്ന് പറയുന്ന ഒരു സമൂഹവും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മംഗലശ്ശേരി അത്തരത്തിലുള്ള, അതായത് വളരെ ഹൈപ്പർ മാസ്കുലിനിറ്റി ഉള്ള ഇത് ഉള്ള ആളുകളെ ചൂണ്ടിക്കാണും. പക്ഷെ അതേസമയം ഇപ്പം നമ്മൾ തുടരും കണ്ടു, അവിടെയും നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന ഒരു നാരോ സൈഡ് തന്നെയാണ് അല്ലേ. ഇപ്പം ദുരഭിമാന കൊലയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതേസമയം അത് തൊട്ടും തൊടാതെയാണ് പോയിരിക്കുന്നത്, അതിൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് എത്തിയിട്ടേയില്ല. വാട്ട് ആ ഒരു കാര്യം ടച്ച് ചെയ്തിട്ടില്ല. ജോർജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡെഫിനറ്റ്ലി അത് ഒരു സംഭവം സംഭവിച്ചു, അത്രേ ഉള്ളൂ. അതിലപ്പുറം അത് ദുരാഭിമാന കൊലയാണ്, അത് ഇന്നതാണ് എന്നുള്ളത്. നമുക്ക് തമിഴിലെടുക്കുകയാണെങ്കിൽ പാരഞ്ചിത്തോ നമ്മുടെ മാരി സെൽവരാജൊക്കെ എടുക്കുന്ന സിനിമകൾ ശരിക്കും ദളിത് രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമകളാണ് എന്നൊക്കെ. പക്ഷെ അവിടെയും ഒരു ക്രിറ്റിസിസ് ഉണ്ട്. സൂപ്പർ ഡീലക്സ് പോലത്തെ പടങ്ങൾ വന്നപ്പോഴും അതിനകത്തും നമ്മൾ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് സൂപ്പർ ഡീലക്സിനെ കുറിച്ച് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ആളുകൾ പറയുന്നത് അത് ട്രാൻസ് സിനിമയാണെന്നാണ് പറയുന്നത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അതൊരു ട്രാൻസ്ജെൻഡർ സിനിമയാണല്ലോ. അതൊരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ സിനിമയല്ല. എങ്ങനെയാണ് ഇത്രയും മോശമായിട്ട് ഒരു ട്രാൻസിനെ കാണിക്കാന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് അതില്, അല്ലേ? പക്ഷെ ആളുകൾ പറയാറുണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ. പക്ഷെ ഇതിങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ഒരുപാട് സിനിമകൾ ഡിസ്കസ് ചെയ്യപ്പെടുകയാണ്, ഒരുപാട് കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് ശരിക്കും ഇറ്റ്സ് പ്രൈമറി തിങ് ഇസ് ദാറ്റ് ലെറ്റ്സ് ഹാവ് മോർ ഫിലിംസ് കമ്മിങ് ഓൺ ദിസ് സബ്ജക്ട് സോ ദാറ്റ് വി ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ്. ചിലത് കീറി മുറിക്കാം, ചിലതിനെ നമുക്ക് എംബ്രേസ് ചെയ്യാം, ചിലതിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ കൂടുതൽ സിനിമകൾ വരട്ടെ, കൂടുതൽ ഇൻക്ലൂസീവായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന പടങ്ങൾ വരട്ടെ, അല്ലേ? അതെ, നമുക്ക് എല്ലാവർക്കും പടം ചെയ്യാനും പറ്റട്ടെ. താങ്ക് യു.